اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي، ما لي سواك فلا ألوي على أحد. يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. إني إذا سامني ضيم يرفعني أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. സമാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മറാക്കളെ, മുത്തഅല്ലിംകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട സൂറത്തുൽ അസ്ർ, അതിൻ്റെ തുടക്കഭാഗമാണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനും തീർത്താൽ തീരാത്ത അത്രയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്ത് ജനങ്ങളെല്ലാവരും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഈ ഒരൊറ്റ സൂറത്ത് മാത്രം ഖുർആൻ മുഴുവനും പഠിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് മതിയാകുമായിരുന്നു എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ അസ്റിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ലൗ തദബ്ബറന്നാസു അൻ ഹാദിഹി സൂറത്തി ലവസിഅതുഹും. മനുഷ്യർ ഈ ഒരൊറ്റ സൂറത്തിൻ്റെ ആശയങ്ങൾ കൂടുതലായി ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇത് തന്നെ ധാരാളം മതിയാകുമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ മഹാനവർകൾ പറഞ്ഞു, 114 സൂറത്തിൽ 113 അല്ലാഹു തആല ഇറക്കാതെ ഒരൊറ്റ സൂറത്ത് മാത്രമാണ് ഇറക്കിയിരുന്നതെങ്കിലും ആളുകൾക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ഈ ഒരൊറ്റ സൂറത്ത് മതിയാകുമായിരുന്നു. അത്രയും വലിയ വിശാല അർത്ഥങ്ങൾ, ആശയങ്ങൾ സൂറത്തുൽ അസ്ർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാതെ തങ്ങളെ എതിർത്തുകൊണ്ട് നടന്നിരുന്ന ആളുകളും സൂറത്തുൽ അസ്ർ കേട്ടപ്പോൾ ഒരല്പനേരം ചിന്തിച്ചു പോയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അംർ ബിനുൽ ആസ്
എന്ന് പറയുന്ന മഹൽ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക് പോയി. ഒരു സമയം മുസൈലിമത്തുൽ കദ്ദാബ് യമാമയിലെ കള്ളപ്രവാചകനായി വാദിക്കുന്ന സന്ദർഭത്തിലായിരുന്നു അത്. മുസൈലിമ ചോദിച്ചു അംർ ബിൻ ആസിനോട്, ഇപ്പോ നിങ്ങളെ നാട്ടിൽ വന്ന നബി എന്തെങ്കിലും അധ്യായങ്ങളൊക്കെ അടുത്തതായി ഓതിക്കൊടുത്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അംർ ബിൻ ആസ് അന്ന് മുസ്ലിമായിട്ടില്ല. പക്ഷെ അംർ ബിൻ ആസ് പറഞ്ഞു, ഒരു ചെറിയ അധ്യായം ഈ അടുത്ത് ഞാൻ കേട്ടു. ആ ചെറിയ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. വളരെ ചെറിയ 3 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. പക്ഷെ അതിൻ്റെ സാഹിത്യ ഭംഗിയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങളും അത്ഭുതം തന്നെയാണ്. ഏതാണത്, നീ ഒന്ന് ഓതൂ എന്ന് പറഞ്ഞു. അംർ ബിൻ ആസ് അന്ന് മുസ്ലിമായിട്ടില്ല. പക്ഷേ ഈ വൽ അസ്ർ എന്ന് പറയുന്ന ഈ അധ്യായം അത് ഇറങ്ങിക്കേട്ടപ്പോഴേക്ക് തന്നെ മനുഷ്യരുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിച്ചു പോയിട്ടുണ്ട്. അംർ ബിൻ ആസ് വൽ അസ്ർ ഓതിക്കൊടുത്തപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് അല്പനേരം ആ സൂറത്തിനെ പറ്റി ചിന്താനിമഗ്നനായി നിന്നു. എന്നിട്ട് പറഞ്ഞു, വഖദ് ഉൻസിലത് അലയ്യ മിസ്ലു ഹാദിഹി, ഇതുപോലുള്ള സൂറത്ത് എനിക്കും ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഓതിക്കൊടുത്തു, യാ വബർ അന്ത ഉദുനാനി വസദർ വസായിറു ജസദിക ഹഫർ നഫർ എന്ന് ഓതിക്കൊടുത്തു. അത് കേട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അംർ ബിൻ ആസിനോട് മുസൈലിമത്തുൽ കദ്ദാബ്. അംർ ബിൻ ആസ് പറഞ്ഞു, നിനക്കറിയാമല്ലോ, നീ കളവ് പറയുന്ന ആളാണ് എന്ന് എനിക്ക് നല്ലോണം അറിയും. ആ കൂട്ടത്തിൽ ഒരു കളവും കൂടി ഇത് കൂട്ടിയാൽ മതി. യാ വബർ എന്ന് പറയുന്നത് ഒരു ജീവിയെ പറ്റിയാണ്. പൂച്ചയുടെ അത്ര വലുപ്പമില്ലാത്തൊരു ജീവിക്കാണ് അറബിയിൽ വബർ എന്ന് പറയാം. അപ്പൊ ഈ സൂറത്തിന്റെ അവസാനമൊക്കെ റാവ് കൊണ്ടാണല്ലോ അവസാനിക്കുന്നത്. ഓരോ ആയത്തും അതിനൊപ്പിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ അത് ചെലവായില്ല എന്ന് മാത്രം. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ അന്ന് മുസ്ലിമാകാത്ത അംർ ബിൻ ആസും പറഞ്ഞു, നിന്നെപ്പറ്റി നീ കള്ളം പറയുന്ന ആളാണ് എന്ന് എനിക്കറിയാം എന്ന് നിനക്കറിയാമല്ലോ. ആ കളവിന്റെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇത് കൂട്ടിയാൽ മതി, അതിലപ്പുറമൊന്നും പരിഗണിക്കാനില്ല എന്ന് പറഞ്ഞു. മുസൈലിമത്തുൽ കദ്ദാബ് ഒന്നും മിണ്ടിയില്ല. ഖുർആനെ എതിർത്തു നോക്കിയതാണ്. പക്ഷെ അത് ചെലവാകണ്ടേ? ഈ നിരർത്ഥക വചനങ്ങൾ ആര് കൊണ്ടു നടക്കാനാണ്? ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ പലരും ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെലവാകാത്തോണ്ടാണത്. നല്ലോണം ചെലവുള്ള ആശയഖനിയുള്ളതാണെങ്കിൽ അത് ലോകത്തെല്ലാ ഭാഗത്തും പ്രചരിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിന്റെ ആശയധാര അങ്ങനെയാണ്. എത്ര വിശദീകരിച്ചാലും തീർക്കാൻ കഴിയില്ല. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ആ ആയത്തുകൾക്ക് മആനിൻ, ധാരാളം ആശയങ്ങളുണ്ട്. കമൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ പോലെ. അത് തീരുന്നില്ലല്ലോ, ഒന്നിനു പിറകെ ഒന്നായിട്ട് എങ്ങനെ വരില്ലേ? നമ്മൾ സൂറത്തുൽ അസ്ർ ഇന്ന് മുഴുവനായും പഠിപ്പിച്ചു തീർത്തു എന്ന് പറയാൻ ഞാനില്ല. അങ്ങനെ കഴിയില്ല. ചെറിയൊരു ഭാഗം സ്പർശിച്ചു പോകുന്നു എന്ന് മാത്രം. ഇനിയും നാം സ്പർശിക്കാത്ത തഫ്സീറുകൾ ഇന്ന് നിലവിലുള്ള തഫ്സീറുകളിൽ ധാരാളം ഉണ്ട്. അതെല്ലാം കൂടി വെച്ചുകൊണ്ട് സൂറത്തുൽ അസ്ർ പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ഈ കുറഞ്ഞ ബുദ്ധി കൊണ്ട് തന്നെ പറയാം. വലിയ വലിയ ബുദ്ധിമാന്മാരായ മഹാന്മാർ വന്നാലോ അവർക്ക് പിന്നെയും എഴുതാനുണ്ടാകും. അതിനേക്കാളേറെ ബുദ്ധിയുള്ളവർ വന്നാൽ പിന്നെയും പറയാനുണ്ടാകും. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അങ്ങനെയാണ്. ഖുർആനിന്റെ ആശയങ്ങളുടെ അതിന്റെ സൗന്ദര്യം, വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് വിലയുള്ള മുത്തുരത്നം, അതിനേക്കാളും മേലെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ. ഫിൽ ഹുസ്നി വൽ ഖിയമി, നിലവാരത്തിലും അതിന്റെ സൗന്ദര്യത്തിലും. പരിശുദ്ധ ഖുർആൻ ഏറെ പഠിക്കാനും പകർത്താനും അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യർക്ക് വിജയത്തിന്റെ മാർഗങ്ങൾ 4 സൂറത്തുൽ അസ്ർ നമ്മെ പഠിപ്പിച്ചു. അതിൽ ഒന്ന് ഈമാനാണ്.
ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ മാനവകുലം മൊത്തത്തിൽ പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, പരാജയം സംഭവിക്കാത്തവർ 4 വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയവരാണ്. 4ഉം ഒരുമിച്ച് കൂടിയവരിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 4 ഉള്ള ആളുകൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതെങ്കിൽ നഷ്ടമായി കൂട്ടാനുമില്ല. ഇല്ലല്ലദീന ആമനു, ഒന്നാമതായി വേണ്ട വിശേഷണം ഈമാനാണ്. ഈമാനുള്ളവർ ഒഴികെ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാഅ ബിഹി മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും വിശ്വസിക്കുക, അംഗീകരിക്കുക, അതാണ് ഈമാൻ. അല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലോകത്തെ പഠിപ്പിച്ചതാരാ? സ്വഹാബിമാർ പഠിപ്പിച്ചു. അവർ പ്രവർത്തിച്ചു കാണിച്ചു തന്നു. അവരിൽ നിന്ന് അത് ഒന്നുകൂടി വിശാലമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ താബിയുകളും തബഉ താബിയുകളും പഠിപ്പിച്ച് വിശദീകരിച്ചു തന്നു. ആ വിശദീകരിച്ച് പഠിപ്പിച്ചെന്ന വിഷയങ്ങളൊക്കെ സലക്ഷ്യം ക്രോഡീകരിക്കപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നിനെയും തള്ളാതെ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യം തള്ളിപ്പോയാൽ, നിഷേധിച്ചു പോയാൽ ഈമാനിന് പരിക്ക് പറ്റിപ്പോകും. വിശ്വാസം അത്രയും ഊട്ടിയുറപ്പിക്കണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ് സ്വഹാബത്തിനോടുള്ള ബഹുമാനം. വലിയ ബഹുമാനം സ്വീകരിക്കേണ്ടവരാണ്. ഒരൊറ്റ സ്വഹാബിയെയും പഴിക്കാൻ പാടില്ല. ഒരൊറ്റ സ്വഹാബിയെയും വെറുക്കാൻ പാടില്ല. ഒരൊറ്റ സ്വഹാബിയെയും തരം താഴ്ത്താൻ പാടില്ല. സ്വഹാബിമാരെ തരം താഴ്ത്തുന്നത് കൊണ്ടാണ് ലോകത്ത് പിയച്ച കക്ഷികൾക്കൊക്കെ ഏറ്റവും വലിയ പിഴവ് പറ്റിയത്. അതുവഴി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവര് കുറവ് കാണിച്ചു പല വിഷയത്തിലും. സ്വഹാബിമാര് അവരെത്ര ക്ലിയർ ഉള്ളവരാണ്, അവരെത്ര മാർഗദർശികളാണ്. ആരുടെ മാർഗം സ്വീകരിച്ചാലും നേർവഴിയിലെത്താൻ കഴിയും എന്ന് സ്വഹാബിമാരെ പറ്റി പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവരാരെങ്കിലും എതിർത്താൽ, അവരാരെങ്കിലും ലാനത്ത് ചെയ്താൽ, അവർ എതിർക്കുന്നതും ലാനത്ത് ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ലാ യുബ്ഗിളുഹും ഇല്ലാ മുനാഫിഖ്. നിഫാഖ് ബാര ഷിയാക്കളാണ്. അവരേറ്റവും കൂടുതൽ തരം താഴ്ത്തിയത് ആരെയാണ്? സ്വഹാബിമാരെയാണ്. സ്വഹാബിമാരെ തരം താഴ്ത്തിക്കളഞ്ഞു. ഇല്ലാത്ത വിശേഷണം അലി റളിയല്ലാഹു അൻഹുവിന് വെച്ചു കൊടുത്തു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു ഖലീഫയല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. നഅഊദു ബില്ലാഹ്. അങ്ങനെ ചിലയിടത്ത് വിദേശത്ത് പോയ വാങ്കിൽ വരെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ അടുത്ത അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ചില സ്ഥലത്ത് പോയാൽ അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ് എന്ന് കേൾക്കുക. വേറെ ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി വലിയുള്ളാഹ്. ബാക്കിയുള്ള സ്വഹാബിമാർക്കൊന്നും അവർ സ്ഥാനം കൽപ്പിക്കുന്നില്ല. അവരുടെ സ്ഥാനങ്ങളൊക്കെ ഇടിച്ചതായിട്ടു. ആ കൂട്ടത്തിൽ വേറെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഒന്നാം ഖലീഫയാകേണ്ട ആള് അത് അലി റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല. അതും സഹോദരങ്ങളെ സ്വഹാബിമാരെ എതിർക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരൊറ്റ സ്വഹാബിയെയും എതിർക്കാൻ പാടില്ല. എല്ലാ സ്വഹാബിമാരെയും അംഗീകരിക്കണം. എല്ലാ സ്വഹാബിമാരും ഹിദായത്ത് സിദ്ധിച്ചവരാണ്, മാർഗദർശികളാണ്. അവരെ പിൻപറ്റാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ആ സ്വഹാബിമാർ അവരൊരിക്കലും കള്ളം പറയുന്നവരല്ല. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യവാന്മാർ എന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് അവരെ പറ്റി ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഈമാൻ അത് സ്വഹാബത്തിന്റെ ഈമാനാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. സ്വഹാബത്തിന്റെ ഈമാൻ കണ്ടിട്ടാണ് ലോകത്തെല്ലാവരും ഈമാൻ സ്വീകരിക്കേണ്ടത്. സ്വഹാബത്ത് ബഹുമാനിച്ച ബഹുമാനം എങ്ങനെ, സ്വഹാബത്ത് സ്വീകരിച്ച സ്വീകാര്യത എങ്ങനെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പാലിച്ച ആദരവ് എങ്ങനെ,
ആ രീതിയിലുള്ള ആദരവുകളും ബഹുമാനങ്ങളും ഒക്കെ സ്വീകരിക്കണം. കാരണം അവരുടെ ഈമാനല്ലേ ഏറ്റവും വലിയ ഈമാൻ. അല്ലാഹുവല്ലേ ആ ഈമാൻ സർട്ടിഫൈ നൽകിയത്. അൻസാറുകളെയും മുഹാജിറുകളെയും പറ്റി പറഞ്ഞ അല്ലാഹു പറഞ്ഞു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അൻസാറുകളും മുഹാജിറുകളും അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. സഹോദരങ്ങളെ, ആ സ്വഹാബിമാര് ബറക്കത്തെടുത്തവരാണ്. ബറക്കത്തെടുക്കുന്നത് ഈമാനിന് ഇസ്ലാമിന് എതിരാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ഈമാനാണ് അവർ തള്ളിപ്പറയുന്നത്. സ്വഹാബിമാരല്ലേ ഏറ്റവും കൂടുതൽ ബറക്കത്തെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഉളു എടുത്താൽ കാദൂ യഖ്തതിലൂന അലാ വളുഇഹി, ഉളു എടുത്ത വെള്ളം കിട്ടാൻ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. ആർക്കെങ്കിലും നേർക്ക് നേരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ കയ്യിൽ നിന്ന് അല്പം സ്പർശിച്ച് മുഖത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലും അവരത് തടവുമായിരുന്നു. വലിയ ബറക്കത്താണ് സ്വഹാബിമാരെടുത്തത്. വഇദാ തനഖമ നുഖാമതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്ന് തുപ്പിയാൽ മാ വഖഅത് ഇല്ലാ ഫീ കഫി വാഹിദിൻ മിൻഹും, ഏതെങ്കിലും ഒരാളെ കയ്യിലല്ലാതെ പോയി വീഴാറില്ല. ബറക്കത്തിന് സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ബറക്കത്ത് നിഷേധിക്കുന്ന പുത്തൻവാദികൾ, അവരുടെ ഈമാൻ സഹോദരങ്ങളെ കുറവുള്ള ഈമാനാണ്. ബറക്കത്ത് നന്നായി സ്വീകരിച്ച് പഠിപ്പിച്ച് കാണിച്ചു തന്നവരാണ് സ്വഹാബിമാര്. എന്തിനധികം പറയണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇത്തിബാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഈമാനുള്ളവരെന്ന് ലോകത്ത് പഠിപ്പിച്ച സ്വഹാബിമാരാണ്. അവരുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ബിദ്അത്തുകാർ അവരെ തള്ളിക്കളഞ്ഞവരാണ്. മലയാളത്തിൽ വരെ കേരളത്തിൽ ഇന്നും തിരുത്താതെ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലുണ്ട്, കേരളത്തിലെ മൗലിയാക്കന്മാര് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് മലയാളത്തിൽ എഴുതി വെച്ചത് ഇന്നും തിരുത്താതെ അങ്ങനെ തന്നെയുണ്ട്. നഊദു ബില്ലാഹ്. പിന്നെ ആരെയാണ് തെളിവ്? നിങ്ങൾ കണ്ടില്ലേ, കാണാതായി പോയൊരു മൗലവി. അയാൾക്ക് ഏറ്റവും വലിയ വെറുപ്പാരോടായിരുന്നു? സയ്യിദുന അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ആശയങ്ങളെയും അംഗീകരിക്കേണ്ടി വരും. അതിന് ആദ്യം തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വ്യാജനാക്കി ചിത്രീകരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ ഇൽമ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അനുഗ്രഹിച്ച മഹാനല്ലേ. ചെറിയ ഇൽമല്ലല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയത്. വലിയ ഇൽമല്ലേ കുറഞ്ഞ കാലം കൊണ്ട് നൽകിയത്. സ്വഹാബിമാരെ കൂട്ടത്തിൽ കുറഞ്ഞ കാലമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ശിഷ്യനായത്. പക്ഷേ പലർക്കും കിട്ടുന്ന ഇൽമിനേക്കാൾ അധികം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന് കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പകൽ സമയത്ത് ജോലിക്ക് പോകുമ്പോ, നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുമ്പോ, രാത്രി വീട്ടിൽ വിശ്രമിക്കുമ്പോ, ഞാൻ എൻ്റെ ഊണിലും ഉറക്കിലും യാത്രയിലും രാത്രിയിലും പകലും എല്ലാ സമയത്തും ഞാൻ കൂടെ നടന്നിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമാണ്. ഞാൻ തങ്ങളെ കൂടെയുണ്ടാകുമ്പോ നിങ്ങളിൽ പലരെയും കാണാറില്ല. പലരും ജമാഅത്തിന്റെ സമയത്താണ് എത്താറുള്ളത്. ചിലര് സുബീന്റെ സമയത്ത് എത്തിയിട്ട് ദർസിൽ പങ്കെടുക്കും. ചിലര് മഗ്രിബിന്റെ സമയത്ത് എത്തിയിട്ട് ഇശായിനും കൂടെ ഇരുന്ന് കുറച്ച് ദർസ് കേൾക്കും. ഞാനങ്ങനെയല്ല. 24 മണിക്കൂർ എന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാട്ടിലും യാത്രയിലും തങ്ങൾ എവിടെങ്കിലും വിശ്രമിക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം ഇൽമു നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ പഠിച്ച ഹദീസുകൾക്ക് മറവി സംഭവിക്കുമ്പോഴല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരാതിയുമായി വന്നത്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അവിടുത്തെ ഹദീസ് ധാരാളം ഹിഫ്ളാക്കുന്നു, പക്ഷേ പെട്ടെന്ന് മറന്നു പോകുന്നു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രതിവചനമായി പറഞ്ഞത്, ഉബ്സുതി റിജാഅക, നിങ്ങളെ തട്ടമൊന്ന് നിലത്തി വിരിക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തലയിലിടുന്ന മുണ്ട്
തട്ടം തോളും തലയും മറക്കുന്ന തട്ടമില്ലേ, അതങ്ങ് വിരിച്ചു കൊടുത്തപ്പോ തങ്ങൾ അതിലേക്ക് 2 കൈയും കൂട്ടിയിട്ട് ഇങ്ങനെ വാരിയിടുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് നിങ്ങളെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെക്കൂ. ആ വാരിയിട്ട ആ മുണ്ട്, ആ തട്ടം ഞാൻ എൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചു. ഫമാനസീതു ഹദീസം ബഅദഹു, അതിനുശേഷം പിന്നൊരൊറ്റ ഹദീസും ഞാൻ മറന്നിട്ടേ ഇല്ല. അത്രയും വലിയ ഇൽമിന്റെ ബഹറായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയല്ലേ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ സ്വഹാബിമാര് ഐക്യകണ്ഠേന തങ്ങൾക്ക് ശേഷം ചുമതലപ്പെടുത്തിയത്. മഹാനവർകൾക്കല്ലേ ഒരുപാട് ശിഷ്യന്മാരെ അള്ളാഹു നൽകിയത്. സഹോദരങ്ങളെ, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാണാതായി പോയ മൗലവി പറ്റേ തള്ളിക്കളഞ്ഞു. സ്വീകരിക്കാൻ പാടില്ലെന്ന് വരെ എഴുതിക്കളഞ്ഞു. സ്വഹാബിമാരെ തള്ളിപ്പറയാൻ പാടില്ല. അവരെ ഈമാനും അവരെ ഇഖ്ലാസും അവരെ അമലും, അത്ര മുന്തിയ ഈമാനും ഇഖ്ലാസും അമലും ലോകത്ത് ഈ ഉമ്മത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ? ലോകത്ത് വേറെ ആർക്കും ഇല്ല. ഏറ്റവും വലിയ മഹത്വം അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. ആ സ്വഹാബിമാരെ അംഗീകരിക്കണം. ഇരിക്കട്ടെ, ഈമാനാണ് വിഷയത്തിന്റെ കാതലായ വശം. ഈമാനില്ലെങ്കിൽ ജയിക്കാനൊക്കൂലേ? ജയിക്കാനൊക്കില്ല. പാരത്രിക ലോകത്തെയും ദുനിയാവിലെയും വിജയമില്ലേ ശാശ്വതമായ വിജയം? സഅദത്തുദ്ദാറൈൻ, 2 ലോകത്തെയും വിജയം വേണ്ടേ? അതിന് അനിവാര്യമായ ഒന്നാമത്തെ വിഷയമാണ് ഈമാൻ. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ ഒഴികെ. ഈമാൻ യഥാർത്ഥ രൂപത്തിൽ വേണം. ആ ഈമാനിന് കമാലിയത്ത് ലഭിക്കാനാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ജാഗരൂകരായി നമ്മൾ നടത്തുന്നത്. സഹോദരങ്ങളെ, ഈമാനിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ അള്ളാഹു പറഞ്ഞില്ലേ, വഅമിലുസ്വാലിഹാത്ത്. രണ്ടാമത്തെ കാര്യം, സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരികെ അഅമാലുസ്വാലിഹ, സൽക്കർമ്മങ്ങൾ വേണം വിജയിക്കാൻ. ഈമാന് മാത്രം പോരാ. ഈമാനിന് ഊടും പാവും നൽകുന്നത് സുഹൃതങ്ങളാണ്. ഈമാനിന് കരുത്ത് പകരുന്നത് സുഹൃതങ്ങളാണ്. അമലില്ലാതെ ഈമാന് മാത്രം കൊണ്ട് കാര്യമായിട്ട് നേട്ടങ്ങളില്ല. ഒരുപക്ഷെ ആ ഈമാനിന് ശക്തമായുള്ള തൂണില്ലാത്തത് കൊണ്ട് തെറിച്ചു പോകാനും സാധ്യതയുണ്ട്. സുഹൃതങ്ങൾ വേണം. അവിടെ വലിയൊരു നീണ്ട ചർച്ചയുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഈമാനും അമലുസ്വാലിഹാത്തും രണ്ടും വ്യക്തിപരമായ കമാലിയത്തിന് അനിവാര്യമാണ്. ഓരോ വ്യക്തികളിലും വ്യക്തിത്വ സ്ഥലങ്ങളിൽ പൂർണ്ണത വേണോ? അതിന് ഈമാനും വേണം, സുഹൃതങ്ങളും വേണം. സൽക്കർമ്മങ്ങളില്ലാതെ പൂർണ്ണത ലഭിക്കില്ലേ? ഇല്ലേ ഇല്ല. കണ്ടില്ലേ നിങ്ങൾ? അതും പറയുന്ന കുറെ കൂട്ടക്കാരുണ്ട്. ഈമാന് മതി, ഈമാന് നല്ലോണം ഉണ്ടായാ മതി, നിസ്കരിച്ചോളണമെന്നില്ല, നോമ്പ് നോറ്റോളണമെന്നില്ല, ഹജ്ജ് ചെയ്തോളണമെന്നില്ല. അതൊക്കെ സമൂഹത്തിലെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി വലിയക്കന്മാര് പറയുന്ന ഓരോ വിടുവായിത്തങ്ങളാണ്. നഊദു ബില്ലാഹ്. അല്ല കേട്ടോ, വിജയിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിടത്ത് മുഴുവനും ഈമാന് മാത്രമായിട്ട് അല്ലാഹു പറഞ്ഞിട്ടില്ല. അൽ കഹ്ഫ് സൂറത്തു അജ്റമൻ അഹ്സന അമലാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സ്വർഗത്തിൽ പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്തൊക്കെ ഈമാനിനോട് ചേർത്ത് അല്ലാഹു തആല അമലുകളും പറഞ്ഞിട്ടുണ്ട്. വിജയിക്കണമോ? ഈമാന് മാത്രം പോരാ, സുഹൃതങ്ങളും വേണം, സൽക്കർമ്മങ്ങളും വേണം. സുഹൃതങ്ങൾ ധാരാളമായി നിർവഹിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ ആ സുഹൃതങ്ങളിലൊക്കെ ഒരു വിശ്വാസിക്ക് പങ്ക് വേണം. ആ സുഹൃതങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അത് ഈമാനിന്റെ പൂർണ്ണതക്ക് സുഹൃതങ്ങൾ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
കമാലുൽ ഈമാൻ ഒരു മനുഷ്യന് ലഭിക്കുന്നത് 4 കാര്യങ്ങൾ അയാളിൽ പൂർണ്ണ രൂപത്തിലുണ്ടാകുമ്പോഴാണ്. ഏതാ 4 എണ്ണം? ഇദാ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ് വ അഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഏതൊരാളെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നത് ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, 4 സംഗതികളും ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാനെ പൂർണ്ണമാക്കി. 4 കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമാക്കുന്ന ഒരാള്, സഹോദരങ്ങളെ, അത് ചെറുതല്ല. അള്ളാഹുവിന് വേണ്ടി മഹബത്ത് വെക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ദുനിയാവിൽ സുഖങ്ങളൊക്കെ ഒരുപാട് കൈവയ്ക്കേണ്ടി വരും, വിഷമങ്ങൾ തരണം ചെയ്യേണ്ടി വരും. മഹബത്ത് അള്ളാഹുവിന് വേണ്ടിയല്ലേ. ദുനിയാവിന്റെ പല സംഗതികളും അയാൾക്ക് സങ്കുചിതമായി തോന്നും. കാരണം അയാൾ മഹബത്ത് വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണ്. സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. കുറഞ്ഞാലും മഹബത്തിന് കുറവുണ്ടാകാൻ പാടില്ല, സ്നേഹത്തിന് ഹുബ്ബിന് കുറവുണ്ടാകാൻ പാടില്ല, അതിന് ഇളക്കം സംഭവിക്കാൻ പാടില്ല. മാറ്റം സംഭവിക്കുമോ? സംഭവിക്കാം. ദുന്യാവിന്റെ ചാബല്യങ്ങളിൽ പെട്ടുപോകരുത്. അപ്പൊ നമ്മുടെ മഹബത്ത് കുറഞ്ഞു, യഥാർത്ഥത്തിലേക്കുള്ള ഹുബ്ബാകൂല. യഥാർത്ഥത്തിലുള്ള ഹുബ്ബാണോ ആ ഹുബ്ബിന്റെ അടിസ്ഥാന വിഷയം ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടിയാണ് മഹബത്ത് എന്നെങ്ങനെ മനസ്സിലായി? മറ്റാരെങ്കിലും കണ്ടാൽ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്ന് ആളുകൾക്ക് തോന്നും, പക്ഷെ അയാൾക്ക് തോന്നൂല. ഞാൻ അള്ളാഹു തആലാക്ക് വേണ്ടി സഹിക്കാന്ന് അയാൾ പറയുള്ളൂ. ഒരു പ്രയാസം ഉണ്ടോ ചോദിച്ചാൽ പ്രയാസമില്ല എന്ന് പറയും. സഹിക്കും, സഹിച്ചു പിടിക്കും. എത്ര ബഹിഷ്കരണമാണ് അയാൾക്ക് വന്നതെങ്കിലും ദീന് വിട്ടുപോകൂല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, യുവത്വത്തിന്റെ നല്ല പ്രസരിപ്പിലാണ് മഹാനവറുകൾക്കൊരു ബഹിഷ്കരണം വന്നത്. ആരാ ബഹിഷ്കരണം നടപ്പിലാക്കിയത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധത്തിൽ തബൂക്കിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ വന്ന ബഹിഷ്കരണമാണ്. നല്ല യുവത്വമുള്ള, നല്ല പ്രസരിപ്പുള്ള, ആരോഗ്യവാനായ മഹാനാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പോകണം എന്ന് ഉദ്ദേശിച്ചു, പക്ഷേ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് നേരെ മദീന പള്ളിയിൽ വന്നു. തബൂക്കിൽ പോയ ശേഷം, തബൂക്കിൽ കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല, എന്നാലും പോയത് വിജയം തന്നെയാണ്. വലിയ ചൂടുള്ള കാലത്ത് ഈത്തപ്പഴ മരങ്ങളൊക്കെ നല്ല പഴുത്തു പാകമായി പറിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകാൻ വാഹനങ്ങളൊക്കെ ഉണ്ട്, പോകാതിരിക്കാനുള്ള പ്രതിബന്ധങ്ങളൊന്നുമില്ല. പോകാന്ന് കരുതി, പക്ഷെ പോയില്ല. അങ്ങനെ ഉണ്ടാവൂല ചില ആളുകൾ. നമുക്ക് പോകാം, വാഹനം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ കരുതും, പിന്നെ പോയില്ലാന്ന് വരും. മഹാനവറുകൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, മദീന പള്ളിയിൽ ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വന്നിങ്ങനെ കാരണം പറയാണ്. എവിടെ തങ്ങൾ പോയി വന്നാലും പങ്കെടുക്കാത്ത ആളുകൾ ആദ്യം വന്നിട്ട് കാരണം പറയും. ചില ആളുകൾ കാരണം തുടങ്ങുമ്പോഴേക്ക് തങ്ങൾക്കറിയും ഇനി അത് ഫുള്ള് പറയാൻ നിൽക്കണ്ടെന്നിട്ട് ആ ശരി പോയിക്കോളൂ എന്ന് പറയും. കാരണം ബാക്കി തുടങ്ങുമ്പോൾ തന്നെ കളവാണെങ്കിൽ ബാക്കി കളവ് കൂടി കേൾക്കണ്ടല്ലോ, പോയിക്കോളൂ എന്ന് പറയും. മുനാഫിക്കുകളായിരിക്കുമല്ലോ അധികവും. അവരോരോ കാരണങ്ങൾ ഇങ്ങനെ ചൂട്ടി പറയും. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തേ വരാതിരുന്നത്? ഒറ്റ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പിന്തി? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളല്ലാത്ത മറ്റൊരു നേതാവിന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. വല്ലാഹി ഇന്നി ഉഴ്തീതുൽ ജദൽ, നല്ലോണം തർക്കിക്കാനും പറയാനുള്ള കഴിവെനിക്കുണ്ട്, സംവദിക്കാനുള്ള നല്ല ശക്തിയുണ്ട്. പക്ഷേ ഞാൻ ഇരിക്കുന്നത് തങ്ങളെ മുന്നിലല്ലേ,
അതുകൊണ്ട് ഞാനങ്ങ് പറയട്ടെ, മാലീ മിൻ ഉദുർ, ഒരു പ്രതിബന്ധവുമില്ല. വരാതിരിക്കാൻ പല കാരണങ്ങളും പലർക്കും ഉണ്ടാകും. ചിലർക്ക് ഭാര്യയ്ക്ക് അസുഖമായതുണ്ടാകും, ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതം കിട്ടാത്തതുണ്ടാകും, ഒട്ടകം പ്രസവിക്കാനായതുണ്ടാകും, മക്കൾ അസുഖബാധിതരുണ്ടാകും, അങ്ങനെ പ്രശ്നങ്ങൾ, ശാരീരിക രോഗങ്ങളുള്ളവരുണ്ടാകും. എനിക്ക് ഒരു കാരണവുമില്ല, വെറുതെ വരാ സ്വതഖ, ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. ഇതിന് മുമ്പ് പറഞ്ഞതിനെ പറ്റൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. മുമ്പ് പറഞ്ഞ ആളുകളൊക്കെ പലതും പറഞ്ഞു. പറഞ്ഞവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി ശരി പൊയ്ക്കോളി എന്ന് പറഞ്ഞു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞു, നബിയെ ഒരു കാരണവുമില്ല. പക്ഷേ തങ്ങൾ വേറൊന്നും കൂടി പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കൂ, ഹത്താ യഖ്ളി അല്ലാഹു ഫീക്, നിങ്ങളെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിക്കുന്നത് വരെ. സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരാളും സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, പഴയകാലത്തെ പോലെ സൗഹൃദം പുലർത്താൻ പാടില്ല. അത് ശരി, ബഹിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉസ്താദ്മാർ കൊണ്ടൊന്നല്ല, അത് ദീനിൽ നേരത്തെ ഉണ്ട് സഹോദരങ്ങളെ. ഈ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ലക്ഷ്യം പിടിച്ചത്. അല്ലാ യുസല്ലിമ അലൽ മുബ്തദിഇ, ഒരൊറ്റ ബിദ്അത്തുകാരനും സലാം പറയരുത്. വലാ യറുദ്ദു സലാമ മിൻഹും, അവരിൽ നിന്ന് സലാം മടക്കരുത്. കാരണം അവർ ദീനിൽ ഇല്ലാത്തത് കൂട്ടിയവരും ഉള്ളത് വെട്ടിച്ചുരുക്കിയവരുമാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒന്നും കടത്തിക്കൂട്ടിയിട്ടില്ല, ഒരാശയങ്ങളും ചുരുക്കിയിട്ടില്ല. ഒരു നിസ്സഹകരണത്തിന്റെ പേരിലാണ് ഈ ബഹിഷ്കരണം. ഒരു ചെറിയ നിസ്സഹകരണത്തിന്റെ പേരിൽ ആരും മിണ്ടരുത്, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ പള്ളിയുടെ നടുത്തളത്തിൽ നിന്ന് പുറം ഭാഗത്തേക്ക് നീങ്ങി. പുറം ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുറെ ആളുകൾ പറയുന്നു, കഅബേ നീ ഇത്ര പോരാത്ത ആളായി പോയല്ലോ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ, ഞങ്ങൾക്ക് നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴേക്ക് ഞങ്ങളെ കറകളൊക്കെ മാറൂലേ, ഞങ്ങൾക്ക് സലാം പറയാം, തങ്ങളോട് ഏത് വിഷയം വന്ന് പറയാം, ആരോടും സംസാരിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ, നിങ്ങളോട് ഇനി ആരും മിണ്ടില്ലല്ലോ, അള്ളാന്റെ തീരുമാനം വരുന്നത് വരെ സലാം പറയൂല, സലാം മടക്കൂല, നിങ്ങൾ ഇത്ര കഴിവ് കുറഞ്ഞ ആളായി പോയോ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവരുടെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി, രണ്ടാമതും പോയിട്ട് തിരിച്ചു പറഞ്ഞാലോ, പറഞ്ഞത് മടക്കി പറഞ്ഞാലോ തോന്നിപ്പോയി. ഞാൻ ചോദിച്ചു, എന്നെ പോലെ പറഞ്ഞ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? രണ്ട് സ്വഹാബിമാരെ അവരെനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹു അൻഹു, മുറാറത്ത് ഇബ്നു റബീഉൽ ഹൈതമി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഞാൻ നോക്കുമ്പോ പ്രായമുള്ള സ്വഹാബിമാരാണ്, അവര് വയസ്സ് കൂടിയവരാണ്, ഞാനോ ചെറുപ്പക്കാരനാണ്. നിങ്ങൾ മൂന്നാൾക്കാണ് ബഹിഷ്കരണം കിട്ടിയത്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് തീരുമാനം വരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മദീനത്ത് ജീവിക്കുന്ന ഒരു ജീവിതം ആലോചിച്ച് നോക്ക്. നിങ്ങളെ ഈ മഹല്ലത്തിന്റെ പരിധിയിൽ ഒരൊറ്റ കുട്ടിയും സലാം പറഞ്ഞിട്ട് മടക്കാതെ, ആരും ഇങ്ങോട്ട് സലാം പറയാതെ എത്ര ദിവസം ഈ നാട്ടിൽ നിൽക്കും? അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ തൗബയിലാണ് ഈ മൂന്ന് മഹാന്മാരും. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്. അവിടുത്തെ തീരുമാനമല്ലേ ഇത്. ആ തീരുമാനത്തിൽ അവർക്ക് യാതൊരു വിഷമവുമില്ല. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് തൗബ ചെയ്യുന്നു. പിന്നെയും തീരുമാനം വരുന്നുണ്ട്. 20 ദിവസമാകുമ്പോ അടുത്തൊരു കർശന തീരുമാനം വരുന്നു. 3 പേരെ വീട്ടിലെ ഭാര്യമാരോടും അവരവരെ വീടുകളിലേക്ക് പോകാൻ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരവാണ്. 3 സ്വഹാബിമാരും അവരവരെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കട്ടെ.
കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീന നഗരത്തിലേക്കൊന്ന് ഇറങ്ങി. വലാഖത്ത് അലയ്യൽ അർളു ബിമാ റഹബത്ത്, വിശാലമായ മദീന, ഏറ്റവും ഇഷ്ടമുള്ള മദീന എൻ്റെ മനസ്സിൽ ഇടുങ്ങിപ്പോയി. എപ്പോഴും എന്നോട് ചെങ്ങാത്തം കെട്ടിയിരുന്ന എൻ്റെ എളാപ്പയുടെ മകൻ, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ ഒരു മതിലിനോട് മറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ എളാപ്പയുടെ മകൻ പറഞ്ഞു, നിന്റെ ശബ്ദം എനിക്കറിയാം, മറുപടി പറയാൻ പറ്റൂല. ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിലേക്ക് പോകാറുള്ളത്, ഒരുമിച്ചാണ് ജോലിക്കും പോകാറുള്ളത്, എല്ലാ ഖൈറായ സംഗതികൾക്കും ഒരുമിച്ചാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന് വേണ്ടി സഹിക്കുക തന്നെ. ഭാര്യമാരോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ 2 പ്രായമുള്ള സഹാബിമാരെ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് പാചകം ചെയ്യാൻ അറിയില്ല, പ്രായം കൂടുതലുള്ളവരാണ്, സ്വന്തമായി ഡ്രസ്സ് അലക്കാൻ കഴിയില്ല, ഞങ്ങളവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോകാം. നിങ്ങൾ കിടപ്പറ പങ്കിടരുത്, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ. ആ 2 ഭാര്യമാരും പറഞ്ഞു, നബിയേ, തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് തീരുമാനം പറഞ്ഞത് മുതൽ ഞങ്ങളെ ഭർത്താക്കന്മാര് ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും സമയം അനുവദിക്കാറില്ല. നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് തിരിച്ചു വീട്ടിലെത്തിയാൽ അവർ ഖുർആൻ ഓതുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, ദ്വാർക്കുന്നു, വേറെ ഒരു വർത്തമാനവുമില്ല. ആ 2 പേർക്കും ഇളവ് കിട്ടിയപ്പോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളെ ഭാര്യനോടും പോയി സമ്മതം ചോദിക്കാൻ പറയൂ. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഭാര്യനോട് ഞാൻ സമ്മതം ചോദിക്കാൻ പറയൂല, അവർ പ്രായമുള്ളവരാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഭാര്യയോട് പറഞ്ഞു, അള്ളാന്റെ ഭാഗത്തുനിന്ന് തൗബയുടെ വിഷയം വരുമ്പോ, ഞങ്ങൾക്ക് തൗബ കിട്ടി എന്നുള്ള വിവരം വരുമ്പോ നിനക്ക് ഞാൻ ആളെ പറഞ്ഞേക്കും, അന്നേരം വീട്ടിലേക്ക് വന്നാൽ മതി, നീ വീട്ടിലേക്ക് പോയിക്കോ. പിന്നെ മഹാനവറുകൾ ഒറ്റക്കവിടെ താമസിക്കുന്നു. അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്തിന്റെ മാധുര്യം ഒന്നുകൂടി അറിയണമോ? ഇതൊക്കെ അനുഭവിച്ച് ഒരു ദിവസം മദീന മാർക്കറ്റിൽ, മദീന സൂഖിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്നു നിൽക്കുമ്പോ ഒരാൾ വന്ന് ചോദിക്കുന്നു, അയിന കഅബ് ഇബ്നു മാലിക്, ആരാണ് ഈ കഅബ് ഇബ്നു മാലിക്, എവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്? അപ്പൊ സ്വഹാബിമാരിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു എന്റെ നേർക്ക്. അയാൾ എന്റെ അടുത്തേക്ക് വന്നിട്ടൊരു കത്ത് തന്നു. ആ കത്ത് ഞാൻ പൊളിച്ചു വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പരീക്ഷണത്തിന് മേൽ മറ്റൊരു പരീക്ഷണം കൂടിയാണ്. അല്ലാഹു തആലാക്ക് വേണ്ടി സഹിക്കല്ലാതെ വേറെ മാർഗല്ല. എന്താണ് അതിലുള്ളത്? ഒരു രാജാവിന്റെ കത്താണ്. ഹൊസാൻ എന്ന് പറയുന്ന രാജാവ്, ഗൈനാണ് സഹോദരങ്ങളെ, അതിന്റെ മേലെ പുള്ളിയുള്ള, നിങ്ങൾ പറയുന്ന ഹൊസാനല്ല, ഹൊസാൻ രാജാവ്. ആ ഹൊസാൻ രാജാവിന്റെ കത്താണ്. നിന്റെ നേതാവ് നിങ്ങളെ കൈയൊഴിച്ചിട്ടില്ലേ? എന്തിന് മനസ്സ് ഇടുങ്ങിയിട്ട് പ്രയാസപ്പെട്ടവിടെ താമസിക്കണം? ഇങ്ങോട്ട് വരൂ, സൗകര്യങ്ങളൊക്കെ തരാം, കൊട്ടാരത്തിൽ എന്ത് സുഖവും സൗകര്യവും നിങ്ങൾക്ക് തരാം. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് കത്ത് കിട്ടിയപ്പോ ആ കത്ത് ഇങ്ങനെ തുറന്നു നോക്കി വായിച്ച ശേഷം വലിച്ചു കീറിയിട്ട് അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഹാദാ അയ്ളം മിനൽ ബലാ, ഇത് പരീക്ഷണത്തിന്റെ പുറമെ മറ്റൊരു പരീക്ഷണവും കൂടിയാണ്. മുത്തുനബി തങ്ങളെ വിട്ടു പോവുകയോ, മദീന വിട്ട് വേറൊരു നാട് ഇഷ്ടം വെച്ച് പോവുകയോ എന്നെ കൊണ്ട് സാധ്യമേ അല്ല. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നിട്ടും സഹോദരങ്ങളെ, മഹബത്തിനൊരംശം കുറവില്ല, അംഗീകാരത്തിന് കുറവില്ല, തീരുമാനത്തിന് മാറ്റമില്ല. 50 ദിവസമായപ്പോഴാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് സദസ്സിലിരിക്കുമ്പോ പള്ളിയുടെ പുറത്ത് വന്ന്, ഉയർന്ന സ്ഥലത്ത് വന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുന്നു, അബ്ശിർ യാ കഅബ് ഇബ്നു മാലിക്, അബ്ശിർ യാ കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലികേ സന്തോഷിച്ചോ? കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ചെരുപ്പിടാൻ ഞാൻ മറന്നുപോയി, സന്തോഷം കൊണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങി ഓടിപ്പോയി.
മദീന പള്ളിയിൽ ചെല്ലുമ്പോൾ സ്വഹാബത്ത് എന്നെ നോക്കി സന്തോഷം പറയുന്നു. പലരും എന്നോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഞാനങ്ങ് നേരെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലിരുന്നു. മുട്ടോട് മുട്ട് ചേർന്നിരുന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനമാണോ അതല്ല തങ്ങളിൽ നിന്നുള്ള തീരുമാനമാണോ? അല്ല അല്ല, ബൽ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനമാണ്. അല്ലാഹു ആയത്തിറക്കിയ ആയത്ത് ഇന്നും നമ്മൾ ഓതുന്നില്ലേ സൂറത്തു തൗബയില്, വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ, തീരുമാനം പിന്തിക്കപ്പെട്ട മൂന്നാളുകൾക്കും അല്ലാഹു തൗബ സ്വീകരിച്ചു. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ജീവിതത്തിൽ അത്ര സന്തോഷമുള്ള ഒരു സംഗതി വേറെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ തൗബയുടെ ഭാഗമാണ്. എന്റെ ഖൈബറിലുള്ള ഒരു ഭൂമി വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് അതിന്റെ തൗബയുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ആ ഭൂമി തങ്ങൾ ഏറ്റെടുക്കണം, തങ്ങൾ സ്വീകരിക്കണം. കഅബ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് വർദ്ധിക്കുകയാണ് സഹോദരങ്ങളെ. അവരാ സ്നേഹം വെച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഭൗതികതയ്ക്ക് വേണ്ടിയാണ് സ്നേഹം എങ്കിൽ ആ എഴുത്ത് കിട്ടിയാൽ മദീന വിടുമായിരുന്നു. പുറം നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ സൗകര്യമായി വന്നാൽ മദീന വിടുമായിരുന്നു? ഇല്ല. കാരണം ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാണ്, മഹബ്ബത്ത് അള്ളാഹുവിന് വേണ്ടിയാണ്. എന്തും അവിടെ സഹിക്കാൻ സന്നദ്ധതയുണ്ടാകും, എന്തും ത്യജിക്കാൻ സന്നദ്ധരായിരിക്കും. അതിനൊരു കുറവും ഒരു വിഷമവും ഒരു പോർലുമേൽക്കില്ല. വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം, പടച്ച റബ്ബിന് വേണ്ടിയാകണം. വിരോധം വെക്കുന്നത് താല്പര്യത്തിന്റെ കുറവോ കൂടുതലോ ഉണ്ടായിട്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ്. അതുകൊണ്ട് ഞാനത് വെറുക്കുന്നു. പടച്ച റബ്ബ് വെറുക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. സ്വന്തം മകനോടും ആ രീതിയിലല്ലേ മഹാന്മാര് വിരോധം വെച്ചത്. ഭൗതിക താല്പര്യത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ അതിന്റെ താല്പര്യം കുറഞ്ഞതിന്റെ പേരിലല്ല. ഭൗതികമായി കിട്ടേണ്ട സംഗതി കിട്ടേണ്ടതുപോലെ കിട്ടാഞ്ഞിട്ടല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ബദറിന് ശേഷമാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്. ആ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉപ്പാ, ബദറില് അബൂജഹലിന്റെ പക്ഷത്ത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ നിങ്ങളെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. പക്ഷെ ബാപ്പയല്ലേ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ മാറി മാറി പോയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ ഒരുപാട് നിന്നെ നോക്കി, പക്ഷെ കണ്ടില്ല. നിന്നെ ഞാൻ തെരഞ്ഞു, നീ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തെരഞ്ഞു നോക്കി, പക്ഷെ കണ്ടില്ല. കണ്ടിരുന്നുവെങ്കിൽ നീ ഇപ്പൊ ഇസ്ലാമിലുണ്ടാവില്ല. ഞാൻ അവിടെ എന്റെ കൺമുന്നിൽ നീ പെട്ടിരുന്നുവെങ്കിൽ എന്താ എനിക്ക് നിന്നോടുള്ള വിരോധം? അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിന്നെ അന്ന് വെറുത്തത്. കാരണം നീ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാതെ സത്യം ബോധ്യപ്പെട്ടിട്ടും നീ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വിരോധമാണ്, വേറെ ഭൗതികമായ ഒരു താല്പര്യത്തിന്റെ പേരിലുള്ള വിരോധമല്ല. വിരോധം വെക്കുകയാണെങ്കിൽ അങ്ങനെ, വെറുപ്പ് വെക്കുകയാണെങ്കിൽ അങ്ങനെ, വേറൊന്നുമില്ല. വേറൊരു വെറുപ്പില്ല സഹോദരങ്ങളെ. ആ വെറുപ്പ മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിച്ചില്ലേ ജയിലിൽ? 150 ആളുകളാണ് മഹാനവർകളെ ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചത്. മഹാനവർകൾ നിരപരാധിയായിട്ട് കേസൊക്കെ മാറി മഹാനവർകൾക്ക് മോചനം കിട്ടി പുറത്തു വന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരും സഹകാരികളും മുഹിബ്ബീങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെ ശിക്ഷിച്ച ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഞാൻ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. 150 ആള് ചാട്ടവാറ് കൊണ്ട് മാറി മാറി ആ മഹത്തായ ശരീരത്തിന് അടിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അ, എന്നെ തല്ലിയവരിൽ ബിദ്അത്തുകാരുണ്ട്, അവരോട് എനിക്ക് മാപ്പില്ല. എന്തേ അവരോടുള്ള വെറുപ്പ്? ബിദ്അത്ത് കൊണ്ട് തന്നെ.
വ്യക്തിപരമായ വിരോധമല്ല. ബിദ്അത്ത് മാറിയിട്ട് അവരും വന്നാൽ അവർക്കും ഞാൻ മാപ്പ് കൊടുക്കുന്നു. വെറുക്കുന്നുണ്ടോ? വെറുപ്പ് അള്ളാഹുവിന് വേണ്ടിയാകണം. വ്യക്തിപരമായ താല്പര്യത്തിന്റെ കുറവിനോ കൂടുതലിനോ മറ്റു വല്ല സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഉള്ള വെറുപ്പാകരുത്. കൊടുത്തത് അള്ളാഹുവിന് വേണ്ടി, തടഞ്ഞത് അള്ളാഹുവിന് വേണ്ടി. ആ 4 സ്വഭാവങ്ങളും സ്വീകരിക്കുമ്പോ ഫഖദിസ്തക്മലൽ ഈമാൻ, അവന് ഈമാന് കമാലിയത്ത് ബാധിച്ചു, പരിപൂർണത ലഭിച്ചു. സഹോദരങ്ങളെ, ആരെ സ്നേഹിക്കുന്നുവെങ്കിലും ഇഷ്ടം വെക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ഇഷ്ടമാണ്, ആ മഹബ്ബത്താണ് ഈമാനിന്റെ കാതലായ വശം. അതേ ഹലാവത്തുൽ ഈമാൻ പഠിപ്പിച്ച ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിഷയം അങ്ങനെ തന്നെയല്ലേ? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലുണ്ടോ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. എന്താണ് ഈ മാധുര്യം എന്ന വാക്കിന്റെ വിവക്ഷ? പണ്ഡിതന്മാര് വിശദീകരിച്ചു. ഇസ്തിൽദാദു ത്വആത്. അതേ, ഏത് ഇബാദത്തുകളും ഏത് പ്രതിസന്ധിയിലും ആനന്ദകരമായി മാത്രം സ്വീകരിക്കും. അതേ, സയ്യിആത്തിനോട്, മാസിയത്തിനോട് കടന്ന വെറുപ്പും വിരോധവുമാണ്. എത്ര സൗന്ദര്യത്തോടെ മുന്നോട്ട് വന്നാലും, എത്ര ആളുകൾ അതിന്റെ പിന്നിൽ അടിറ്റായാലും സ്വീകരിക്കൂല. ഈമാൻ, ഹലാവത്തുൽ ഈമാൻ ഖൽബിലുണ്ടെങ്കിൽ ആ 2 അവസ്ഥയുണ്ടാവും. ഈമാന്റെ മാധുര്യം എന്ന് പറഞ്ഞാല് നാവിൽ വെച്ച് നോക്കുമ്പോൾ മധുരണ്ടാകാന്നല്ല. എത്ര പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഇബാദത്ത് കഴിയൊഴിക്കാത്ത ആനന്ദം, ആരാധനക്ക് വലിയ ആനന്ദം. ആരാധന എപ്പോഴും ആനന്ദത്തോടുകൂടെ കൊണ്ടു നടക്കും. അത് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിലും എങ്ങനെങ്കിലൊക്കെ ഒപ്പിച്ച് നിർവഹിക്കും, ഒഴിവാക്കൂല. കാരണം അത് അത്രയും കൽബിന് അത്രയും നല്ല സന്തോഷമുള്ള കാര്യമായിട്ട് മാറി. സയ്യിആത്ത്, തിന്മ, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ പിന്നിൽ നിന്നാലും കടുത്ത വെറുപ്പാണ്, വിയോജിപ്പാണ്. സ്വീകരിക്കാൻ ഒരു നിലക്കും കൂട്ടാക്കില്ല. ആര് വന്നിട്ട് ഏത് രൂപത്തിൽ അതിനെ പുതിയ പുതിയ മോഡലുകളിൽ കാണിച്ചു കൊടുത്താലും അത് മഅസിയത്താണോ, തെറ്റാണോ, ദോഷമാണോ, അതിനോട് വല്ലാത്ത വിരക്തിയാണ്. ഈ 2 സ്വഭാവങ്ങളുമുള്ള ഹലാവത്തുൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മറ്റു എല്ലാറ്റിനേക്കാളും മഹബ്ബായി മാറണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ആ വിധത്തിലേക്ക് അല്ലാഹു ഉയർത്തി തരട്ടെ. മറ്റു എല്ലാറ്റിനേക്കാളും എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തും അതേ മാന്യം പേടിച്ചു പോകുന്ന നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾ ഇഷ്ടം പോലെ റാഹത്തോടെ താല്പര്യത്തോടെ പാർക്കുന്ന പാർപ്പിടങ്ങളും ഈ 8 സംഗതികളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയമുള്ളതായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് വരെ, തീരുമാനം വരുന്നത് വരെ കാത്തിരുന്നുകൊള്ളുക. മിമ്മാ
സിവാഹുമാ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവും അള്ളാന്റെ റസൂലും അല്ലാത്തതിനേക്കാളെന്ന് പറഞ്ഞില്ലേ? സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മഹബത്തിന്റെ തലങ്ങൾ കൂടുതലായി ബന്ധിക്കുന്നതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ 8 എണ്ണം. ഈ പറഞ്ഞ 8 എണ്ണവും വകഞ്ഞു മാറ്റിയിട്ടുള്ളൊരു മഹബത്ത്, അതാണ് ഹലാവത്തുൽ ഈമാൻ കിട്ടുന്നതിന്റെ ഒന്നാമത്തെ അടയാളം. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഉസ്താദേ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? മുഹിബ്ബീങ്ങൾക്കുള്ള മഹബത്തൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ അവരെ സ്വന്തത്തെക്കാളും സ്വന്തക്കാരെക്കാളും സഹോദരങ്ങളെക്കാളും കുടുംബത്തെക്കാളും സമ്പത്തിനേക്കാളും അവര് പരിഗണിച്ചത്, മുന്നോട്ട് വെച്ചത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. ഏറ്റവും വലിയ മഹബത്ത് അതിനാണ് അവർക്ക് ഏറ്റവും വലിയ മഹബത്തും സ്നേഹവും. ബാക്കിയുള്ള ഈ 8 എണ്ണമോ ആ മഹബത്തിലേക്കുള്ള വസായിലാണ്, മധ്യവർത്തികളാണ്. ഈ 8 എണ്ണവും ഒഴിവാക്കി തൊലാക്കലണമെന്നല്ല, ആ മഹബത്ത് ലഭിക്കാനുള്ള യഥാർത്ഥ വഴികളും റൂട്ടുകളുമാണ്. വിശദമായി ഞാൻ വിശദീകരിക്കുകയല്ല സഹോദരങ്ങളെ. ഇതാകരുത് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഭാജനങ്ങൾ, ഇതാകരുത്. ഈ 8 എണ്ണമാകരുത്. യഥാർത്ഥ മഹബത്ത് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമാണ്. അത് ലഭിക്കാനും അതിന്റെ പാരമ്യതയിലേക്ക് ഉയരാനും ഈ 8 എണ്ണം സഹായികളാണ്. 8 എണ്ണവും അതിനാണ് അല്ലാഹു നൽകിയത്. അതിനാണ് 8 എണ്ണം. വീട് നൽകിയത്, താല്പര്യപ്പെടുന്ന വീട് നൽകിയത് സുഖിക്കാനല്ല, പിന്നെയോ വിശ്രമിക്കാനാണ്. ഒരുപാട് നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു വിശ്രമം, അതിനാണ് വീട്. സുഖകേന്ദ്രമായി കരുതുന്നുണ്ടാ. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ പറഞ്ഞത് മസാക്കിനു തർലൗനഹാൻ. ഏതെങ്കിലും വീട് എന്നല്ല അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ തൃപ്തിപ്പെടുന്ന രൂപഭാവത്തിൽ കെട്ടിപ്പടുത്തുയർത്തുണ്ടാക്കിയ വീട്. അങ്ങനെ പറഞ്ഞു. അത് ഓരോരുത്തർക്കും ഓരോ മോഡലായിരിക്കുമല്ലോ. അല്ല, എന്തിനാ അങ്ങനെ പറഞ്ഞു? മസാക്കിനു തർലൗനഹാൻ. വെറും മസാക്കിന് എന്ന് പറഞ്ഞ് നിർത്തിയില്ലല്ലോ. എത്ര ചുരുക്കണ്ട് സക്കനെന്ന് മാത്രം പറഞ്ഞില്ല, ഹോസ്റ്റലിലും. അത് പറയാതെ മസാക്കിനു തർലൗനഹ എന്ന് പറഞ്ഞ എന്തിനാ? ഓരോരുത്തരും എടുക്കുന്നത് ഓരോ മോഡലിലാണ്. അത് അവർക്ക് അത്രയും താല്പര്യപ്പെടുന്ന രൂപത്തിലാണ് എടുക്കുക, സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ. അതാകരുത് കേന്ദ്ര ബിന്ദു, അതാകരുത്. അപ്പൊ ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഉറക്കം മാറ്റിയിട്ട്, ആ ഉറക്കത്തിന്റെ നല്ല സുഖസന്തോഷങ്ങളൊക്കെ മാറ്റിയിട്ട് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യന് അവന്റെ ഉറക്കിന്റെ സുഖമല്ല, ആ ഉറക്കവന് വിശ്രമത്തിനാണ്. എഴുന്നേറ്റവൻ നിസ്കരിക്കുന്നു, ആരും അവനെ വിമർശിക്കില്ല എഴുന്നേൽക്കാതിരുന്നാൽ. പക്ഷെ എഴുന്നേൽക്കാതിരിക്കാൻ അവന് കഴിയില്ല. ഈ വീട് അല്ലാഹു എനിക്ക് നൽകിയത് ആരോഗ്യത്തിന്റെ വിശ്രമത്തിന് വേണ്ടിയാണ്, സുഖസല്ലാപത്തിന് വേണ്ടിയല്ല, ഒരിക്കലും അതിനു വേണ്ടിയല്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെയല്ലേ അവൻ വാഹനം ഉപയോഗിച്ച് ജമാഅത്തിന് വരുന്നത്. എന്തിനാണ് ഈ വാഹനം? എന്തിനാണ് ഈ വീട്? ഇത് വിശ്രമത്തിന് വേണ്ടിയാണ്, ആരോഗ്യ സംരക്ഷണത്തിന്, നടക്കാനും ഉണരാനും ഉണർവോടെ ജമാഅത്തിന് പോകാനും താൽക്കാലിക വിശ്രമത്തിന്. അതിനാ സഹോദരങ്ങളെ ഏതൊക്കെ തന്നത്? ബിസിനസ്സും കച്ചവടവും സമ്പത്തൊക്കെ അതിലേക്കുള്ളതാണ്. അള്ളാഹുവിലേക്കും അള്ളാഹിന്റെ റസൂലിലേക്കുള്ള മഹബത്തിന് എന്തെല്ലാം നിമിത്തങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് സമ്പത്ത് വേണോ? സമ്പത്ത് വേണം. പല രൂപഭാവങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സമ്പത്ത് വേണം. സമ്പത്ത് അതിനുള്ള വസീലകളാണ്. പിന്നെയോ സ്നേഹിച്ച് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് എപ്പോഴെങ്കിലും ഒരു 10 രൂപ പോകുമ്പോഴേക്ക് ഇരുന്നിരുന്ന് കരഞ്ഞ് ദുഃഖിക്കാനുള്ളതല്ല, ചെലവഴിക്കാനുള്ളതാണ്. 40,000 ദിർഹമിന്റെ ഉടമസ്ഥനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 35,000 ദിർഹമും ചെലവഴിച്ചത് മുത്തുനബി തങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. 5,000 ദിർഹം മാത്രമേ കുടുംബത്തിന് വേണ്ടി കച്ചവടം ചെയ്തിട്ട് ഹലാലായ നിലക്ക് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അവരെ ചെലവിന് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ ദീന വളർത്തുന്നതിന് മുത്തല്ലിമിന് ചെലവ് കൊടുക്കുന്നില്ലേ? അള്ളാഹുവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ്. ദർസ് നടത്തുന്ന ഉസ്താദിന് ചെലവ് കൊടുക്കുന്നില്ലേ? അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ. ഈ സമ്പത്ത് അള്ളാഹു തന്നത് ദീന് വളർത്താനാണ്. അതുകൊണ്ടല്ലേ ഈ ദർസ് 11 വർഷമായി അൽഹംദുലില്ലാ നല്ല റാഹത്തോടെ നാട്ടിൽ
നാട്ടുകാര് വലിയ മഹബത്തോടെ വളർത്തിക്കൊണ്ടു പോകുന്നത്. മുടക്കങ്ങളും തടസ്സങ്ങളൊന്നും പറയാതെ ഉമ്മമാര് മുത്തല്ലിമീങ്ങൾക്ക് ലീവുള്ള ദിവസം നോക്കി മാത്രം എവിടേക്കെങ്കിലും പോകാൻ അവർ തയ്യാറെടുക്കുന്നു. മുത്തല്ലിമ് ഭക്ഷണത്തിന് വരാനുണ്ട്, ഭക്ഷണം മുടങ്ങിക്കൂടാ. ദീന് പഠിക്കുന്ന മുത്തല്ലിമിനെ വളർത്തിയിട്ട് സന്തോഷത്തോടെ ചെലവഴിക്കുന്നത് കൺകുളിർമയാർന്ന അമലായി ആഖിറത്തിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇനിയും ഇനിയും ഖിദ്മത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. 35,000 ദിർഹം മുത്തുനബിതങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചതിന്റെ റിസൾട്ട് മദീന പള്ളിയിലെ അവസാനത്തെ പ്രഭാഷണത്തിൽ മുത്തുനബിതങ്ങൾ പറഞ്ഞില്ലേ, സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തത്, സ്വന്തം ശരീരം കൊണ്ട് എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അവിടുത്തെ സ്വത്ത് ഉപകരിച്ചതുപോലെ എനിക്കൊരു സമ്പത്തും ഉപകരിച്ചിട്ടില്ല. 35,000 ദിർഹം മുഴുവനും ചെലവഴിച്ചത് മുത്തുനബിതങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഉമ്മമാരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കോടിപതിയല്ലായിരുന്നോ? സമ്പത്ത് ചെലവഴിച്ചതാർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടിയാണ്. മുത്തുനബിതങ്ങൾ ചോദിക്കുന്ന ഏതെല്ലാം രംഗങ്ങളുണ്ടോ, തങ്ങൾക്ക് സന്തോഷകരമാകുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, അവിടൊക്കെ ചെലവഴിക്കുന്നതിന് യാതൊരു മടിയും ഇല്ല. ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഒരു സംസാരം കേട്ടു. ഖദീജ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ സ്വീകരിച്ച 2 ഭർത്താക്കന്മാർക്കും നല്ല സമ്പത്തുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾ മൂന്നാമതായി സ്വീകരിച്ച ആൾക്ക് ഒരു സമ്പത്തും ഇല്ല, ഒരു കച്ചവടവും ഇല്ല, ഒന്നുമില്ല. ആരെപ്പറ്റി? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് കുറഞ്ഞോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും കൂടിയേ വേദമുള്ളൂ, ഇന്ന് സമാപനം. നാളെ വേദമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ധൈര്യം ചൊല്ലിക്കോളൂ, നാളത്തെ കൂടി ഒന്നും ഇല്ല മതി. അല്ലാഹു തആല മജ്ലിസ് കബൂലാക്കി തരട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുറൈശികളെ വക ഒരു വർത്തമാനം. സമ്പത്തൊന്നും ഇല്ലാത്ത ആളെ കല്യാണം കഴിച്ചത്. നേരത്തുള്ള 2 ഭർത്താക്കന്മാർക്കും ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ തീരുമാനിച്ചു, ഇവർക്കൊരു മറുപടി കൊടുക്കണം. ചെറിയ മറുപടി കൊടുത്താൽ പോരാ, ശരിക്ക് പിന്നെ തൊള്ള തുറക്കാത്ത മറുപടി കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ മൊത്തം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. അവർ സൽക്കാരത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങളൊക്കെ വീട്ടിൽ വരണം, നല്ലൊരു സൽക്കാരുണ്ട്. കൂട്ടത്തിന് സാക്ഷിയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ചരിത്ര സുദീർഘമാണ്, ചുരുക്കി പറയാ. വിളിച്ച് എല്ലാരും വിളിച്ച് ഭക്ഷണം കൊടുത്തു. ആ പറഞ്ഞ ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത ശേഷം മഹദി പറഞ്ഞു, പോകാനായിട്ടില്ല, ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങളൊക്കെ സാക്ഷിയാകണമെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചു. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ റൂമിലേക്ക് എല്ലാവരെയും കൂടി വിളിച്ചുകൊണ്ടേ ഈ ആളുകളൊക്കെ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വിരിപ്പ് വിരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ സ്വർണവും വെള്ളിയും മുത്തും രത്നവും ഒക്കെ വിതറിയിട്ടുണ്ട്. എന്നിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞു, ഈ സമ്പത്തൊക്കെ എന്റെ ഭർത്താവിനുള്ളതാണ് എന്ന് പറഞ്ഞു. ഈ സമ്പത്തൊക്കെ ആർക്കുള്ളതാ മനസ്സിലായോ? എന്റെ ഭർത്താവിനുള്ളതാണ്. ഇനി മേലാൽ ഒരിക്കലും സാമ്പത്തിക പരാധീനത ഉള്ള ആളെന്ന വാക്ക് നിങ്ങളെ നാവിൽ നിന്ന് കേട്ടുകൂടാ. അപ്പോഴല്ലേ അല്ലാഹു തആല ഖുർആനിൽ അത് എടുത്തു പറഞ്ഞത്, വവജദക ആയിലൻ ഫഅഗ്നാ. മുത്തുനബിയേ, തങ്ങളെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളായിട്ട് പലരും കണ്ടപ്പോൾ അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകിയില്ലേ? ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിച്ചു, ഐ അഗ്നാക ബിമാലി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി തന്നു. ഇതാണ് ഖദീജ ബീവിന്റെ ആ മഹബത്ത്. നോക്ക് നിങ്ങൾ, എന്തിനാണ് ഇപ്പൊ ഈ സമ്പത്ത് അല്ലാഹു നൽകിയത്? ആ മഹബത്തിനാണ്. അങ്ങനെ 1, 2 അല്ലട്ടോ, അത് വിശദീകരിച്ചാൽ അതന്നെ വരേണ്ടി വരും. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കൊടുത്ത് വേറുണ്ട്, ഖബ്ബാബിൽ നറത്ത് റളിയല്ലാഹു അൻഹു കൊടുത്ത് വേറുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് വിഷമം പറഞ്ഞപ്പോൾ 20 ആടുകളെയും 20 ഒട്ടകങ്ങളെയും കൊടുത്തു. ഇഷ്ടം പോലെ ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്ത മാത്രം ഉണ്ടാണ്, അത് വേറെ വേദറുണ്ട്, അത് വേറെ തന്നെ. ഈമാനിൽ കമാലിയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയത് വെറുതെ അല്ല.
പുരുഷന്മാരെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് കമാലിയത്ത് കിട്ടിയിട്ടുണ്ട്. സ്ത്രീകളെ കൂട്ടത്തിൽ കമാലിയത്ത് ലഭിച്ചവർ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ കൂട്ടത്തിൽ ഈമാനികമായി പരിപൂർണത ലഭിച്ച ആളുകൾ 4 ആളുകളെ എണ്ണിപ്പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ തങ്ങൾ എണ്ണിയ പേരാണ് ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. എങ്ങനെ സഹോദരങ്ങളെ കമാലിയത്ത് ലഭിക്കാതിരിക്കും? മഹബത്ത് ഇങ്ങനെയല്ലയോ? കൈ നിറയെ വളയുണ്ടായിരുന്ന മഹദി, കാല് നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്ന മഹദി വഫാത്താകുമ്പോ ഒരു മോതിരം പോലും കൈക്കലില്ല. മുഴുവനും ചെലവഴിച്ചതാർക്കാണ്? ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിന് വേണ്ടിയും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയുമാണ്. ഇഷ്ടം പോലെ ചെലവഴിച്ചില്ലേ? മക്കയിൽ ഒരൊറ്റ കുട്ടിയും സമ്പത്ത് കൊടുത്ത് സഹായിക്കാത്ത കാലത്ത് ആകെ മുത്തുനബി തങ്ങൾക്ക് സമ്പത്ത് കൊടുത്ത് സഹായിച്ചത് ഒരേ ഒരാളാണ്, സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. അത് കിട്ടേണ്ട ഒരു മഹത്താണ്. ചെറുതൊന്നല്ല സഹോദരങ്ങളെ. തങ്ങളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇത് ഹറമനിന്നാസ്, മക്കക്കാരെനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ സമ്പത്ത് നിറയെ തന്ന് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി എനിക്ക് മറക്കാൻ പറ്റൂല. ആയിഷ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ 9 ആള് കൂടിയാലും, അല്ല നിങ്ങൾ 10 ആള് കൂടിയാലും എന്റെ ഖദീജക്ക് പകരമാകൂല. മാ അബദലനില്ലാഹു ഖൈറൻ മിൻഹാ. ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് വേറെ തന്നിട്ടില്ല. അത് അത്രയും പരിപൂർണ്ണത നേടിയ മഹദിയാണ്. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകിയ ഈ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, അത് സുഖിക്കാനല്ല, യഥാർത്ഥ മഹബത്തിലേക്കുള്ള വഴികളാണ്. ബാപ്പാനും ഉമ്മാനും എങ്ങനെ അള്ളാഹുവിലും അള്ളാന്റെ റസൂലിലേക്കുള്ള മഹബത്തിലേക്കുള്ള വഴി? അള്ളാഹും അള്ളാന്റെ റസൂലും ഇവരെ ബഹുമാനിക്കാൻ പറഞ്ഞത്, ഇവരെ സ്നേഹിക്കാൻ പറഞ്ഞത്, ഇവർക്ക് ഒത്താശ ചെയ്യാൻ പറഞ്ഞത് ആ മഹബത്ത് ലഭിക്കാനുള്ള നിമിത്തമാണ്. മക്കൾ എങ്ങനെയാണ് ആ മഹബത്തിലേക്കുള്ള വഴി? അവരാ പറഞ്ഞ രീതിയിൽ ദീനിയായ ഖിദ്മത്തിലായിട്ട് ഈ മക്കളെ വളർത്തി സംരക്ഷിക്കുന്നത് ആ മഹബത്ത് ലഭിക്കാൻ മാനദണ്ഡമാണ്. സഹോദരങ്ങളെ, കുടുംബവും സമ്പത്തും കച്ചവടം ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാം അതിലേക്കുള്ള വസായിലാണ്, മധ്യവർത്തികളാണ്. വേറെ ഒന്നിനല്ല അല്ലാഹു തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നീ ഏതൊരാളെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം അല്ലാഹുവിന് വേണ്ടിയാകണം. അവന്റെ ബാഹ്യ സൗന്ദര്യം കണ്ടുകൊണ്ടാകരുത്, അവന്റെ ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ടുകൊണ്ടാകരുത്, ഭാവിയിൽ എന്തെങ്കിലും അവനിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാകരുത്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഗുണം അയാളിലുണ്ട്, എനിക്ക് അയാളോട് വലിയ ഇഷ്ടമാണ്. എന്താണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഗുണം? ഉദാഹരണം പറയട്ടെ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിയിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആള് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലെങ്കിൽ അയാളിൽ ഒരു ഗുണമുണ്ട്, പള്ളിയിൽ കയറിയാൽ അയാൾ ഭൗതിക സംസാരമൊന്നും സംസാരിക്കൂല. പള്ളിയിൽ കയറിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കരുത്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇവിടെ പറയാൻ പറഞ്ഞ വിഷയങ്ങളെ കൂട്ടത്തിൽ സംശയം പറഞ്ഞ കൂട്ടത്തിൽ അതുകൂടിയുണ്ട്. ഫോണ് കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്ത് കണ്ടില്ലേ നിങ്ങളൊരു ചെരു, പള്ളിപ്പെട്ടാലോ അല്ലല്ലോ, അല്ല, അത് സംസാരിക്കാൻ വേണ്ടിയും ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടാക്കിയ ചെരുവാണ്. ആദ്യമായി പള്ളിക്ക് ഇങ്ങനെ ചെരുവുണ്ടാക്കിയത് ആരാന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ചെരുവുണ്ടാക്കിയത്. ഉണ്ടാക്കിയ ശേഷം സഹാബത്തിനോട് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും കളഞ്ഞുപോയത് അന്വേഷിക്കണമെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ പറ്റി അന്വേഷിക്കണമെങ്കിൽ ഫൽയഖ്റുജ് ഇലാ ഹാദിഹിർ റഹ്ബാ, ഈ വരാന്തയിലേക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോളണം. പള്ളിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൂടാ. റളിയല്ലാഹു അൻഹു അടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. അടിക്കണം എന്നാ ശരിക്കും അങ്ങനത്തെ കണക്ക്. പള്ളിന്റെ ഉള്ളിൽ എങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ? പള്ളിന്റെ ഉള്ളിൽ കയറി ദിക്റും സ്വലാത്തും ദിക്റും കാര്യങ്ങളല്ലാതെ. ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വല്ല സംശയം ചോദിച്ചോളൂ, അത് ഇൽമു പഠിക്കാനാ, ഇൽമാണത്, അതിന് കുഴപ്പമൊന്നുമില്ല. സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം. മുത്തല്ലിമീങ്ങൾ സംശയം ചോദിച്ചു പഠിക്കും, അവർ ഓതിപ്പടിക്കും, അത് ഇൽമു പഠിക്കാം. ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല.
നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിന്റെ ഉള്ളിൽ. എത്ര ഗൗരവമെന്നറിയോ പള്ളിന്റെ ഉള്ളിലെ വിഷയം. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽലഹഖു ഫിൽ മസ്ജിദി ദുൽമത്തുൻ ഫിൽ ഖബർ. പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഖബറിലെ ഇരുട്ടാണ്. കേൾക്കുന്നുണ്ടാ? പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഖബറിൽ ഇരുട്ടുണ്ടാകാൻ കാരണമാണ്. പോയി കിടക്കുന്ന സ്ഥലത്ത് അല്ലാത്ത ആലോചിക്കുമ്പോ തന്നെ ഇരുട്ടാണ്. പള്ളി ബഹുമാനിക്കേണ്ടതാണ്. എന്താ സഹോദരങ്ങളെ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ജുമാഅത്ത് പള്ളിയിൽ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലെ കയറി. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മേലെ കയറൂലാൻ തീരുമാനിച്ചു പോയി. പിന്നെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി പള്ളിന്റെ മേലെ ജുമാ കയറൂലാൻ തീരുമാനിച്ചു. പള്ളിയല്ലാത്ത സ്ഥലത്ത് സൊഫ് ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് നിന്നാലും കുഴപ്പമില്ല. മേലെ ഇരിക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും 4 കുട്ടികളും 5 കുട്ടികളുള്ള ആൾക്കാരൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ ഹാലെന്താണ്? എന്തൊക്കെയാണ് അവർ പറയണത്? ഇമാമ് കൈകെട്ടിയിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒരു സംസാരം നിന്നു എന്നല്ലാതെ അതിന്റെ മുമ്പ് സംസാരം നിൽക്കണ്ടേ? വെള്ളിയാഴ്ച എങ്ങനെ നമ്മളെ പള്ളികൾ പോകാതിരിക്കും? ആൾക്കാർ പൊളിച്ചുണ്ടാകാതിരിക്കും. വല്ല ബഹുമാനം നമുക്ക് വേണ്ടേ? പിന്നെ എന്തിനത്? എനിക്കാ നല്ല പൊളിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ബഹുമാനം വേണ്ടതില്ല. ആൾക്കാർക്ക് ബഹുമാനമില്ല, പിന്നെ ആർക്കത് വേണ്ട? എന്തെല്ലാം സംസാരങ്ങളാണ്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ജുമാക്ക് പോരുന്ന ഒറ്റ കലാമ് സംസാരിക്കരുത്. എനിക്കെന്നല്ല നിങ്ങൾ ജുമാക്ക് പോകാതെ വിട്ടിരിക്കാല്ലേ, അതും കുഴപ്പമില്ല. എന്തൊരു സംസാര പള്ളിന്റെ മേലെന്ന്! എന്തെല്ലാം കളിയാ കളിക്കുന്നത്, ഗെയിം കളിക്കുന്നു. നഊദുബില്ല. പള്ളിന്റെ മേലെയോ? കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പള്ളി? സംസാരിക്കാനുള്ള സ്ഥലമാണോ അല്ലാഹുവിന്റെ പള്ളി? കച്ചവടം ചെയ്യാൻ പോലും ഇതിന്റെ മേലെ പറ്റുമോ? ലേലം വിളിക്കാൻ പറ്റുമോ? എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. കുറഞ്ഞ അമലുകള് ആറ്റിക്കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തെറിയണ്ട. പള്ളിയിൽ സംസാരിക്കുന്ന 2 ആൾക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ആ 2 ആൾക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു പിടിക്കാൻ വരാന്ന് കണ്ടപ്പോ മറ്റൊരു വാതിലൂടെ ഇറങ്ങിയവർ ഓടി. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടാൽ തന്നെ ഓടാതിരിക്കുവോ? പേടിച്ചിട്ട് ഓടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഒരു സഹാബി, ബഹുമാനപ്പെട്ട സാഹിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. പുറത്തുനിന്നൊരു ചെറിയ കല്ലെടുത്തിട്ട് സാഹിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു എറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പോകുന്ന 2 ആളെ പിന്നാലെ ഓടി പിടിച്ചു കൊണ്ടുവരുന്നു. അവർ ഓടുക ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട്. സംസാരിച്ചതിന് എന്തെങ്കിലും കിട്ടുന്നവർക്കറിയാം. സാഹിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഓടിയിട്ട് പിടിച്ചു. 2 ആളെയും പിടിച്ചുകൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിന്നൈന അൻതുമാ, ഏത് നാട്ടുകാരാ നിങ്ങൾ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, മിന്ന അഹ്ലി ത്വായിഫ്, ഞങ്ങൾ ത്വായിഫുകാരാണ്, മക്കക്കാരാണ്, മദീനക്കാരല്ല. ഉമർ റളിയല്ലാഹു അൻഹു തൽക്കാലം ഒരു വിട്ടുവീഴ്ച. ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീന ലഔജഅതുകുമാ, നിങ്ങളെങ്ങാനും മദീന നിവാസികളായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇറച്ചിക്ക് ഞാൻ വേദനാക്കുമായിരുന്നു. തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വെച്ചാണോ ശബ്ദമുയർത്തുന്നത്? വേറെ എവിടെ സ്ഥലം കിട്ടിയില്ലേ? മദീനക്കാരാണെങ്കിൽ ഉറപ്പാ അടി പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ മേലാല് ദുന്യാവിലെ സംസാരത്തിന് ഉണ്ടാവില്ല. കാരണവന്മാര് കാണുന്നവരൊക്കെ ആളുകളെ നിയന്ത്രിക്കണം, ചെറുപ്പക്കാരെ നിയന്ത്രിക്കണം. അശ്രദ്ധയിലുള്ള ചെറുപ്പക്കാരനാ മുല്യാച്ചൊക്കെ വന്ന് അങ്ങനെ വർത്തമാനം പറയുന്നവര്. മുതിർന്ന ആളുകള്, ഉസ്താദുമാര് മുകളിൽ ഇരുന്നിട്ട് ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തിരുത്തണം. ഏതെങ്കിലും ഉസ്താദുമാര് നിയന്ത്രിക്കാൻ വരുമ്പോ അവരെ കൊഞ്ഞനം കുത്തിയിട്ട് ചെറുപ്പക്കാരായ ആളുകൾ ഇതിനെ എതിർക്കരുത്. ആ തിന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കലാകും. നമ്മളെ ജീവിതവും ആഖിറവും ഒക്കെ ഇരുളടഞ്ഞു പോകും. ഖബറിലൊക്കെ കടുത്ത ശിക്ഷ ഉണ്ടാകും. പള്ളിന്റെ മേലെ സംസാരിക്കാൻ പാടില്ല. പള്ളി വലിയ ബഹുമാനമുള്ളതാണ്. എന്തെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. ഒരിക്കലും പള്ളിന്റെ ഉള്ളിൽ നിന്നാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിയിരിക്കുകയാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യന് നബി തങ്ങൾ വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ പോയില്ല. കുറഞ്ഞ സമയല്ലേ പിന്നെ സൂര്യൻ ഉദിക്കാനുള്ളൂ. നമ്മളെ നാട്ടിലൊക്കെ സുബീന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കാൻ ഒരു 20-25 മിനിറ്റ് ഉണ്ടാകും. കുറച്ചു നേരം ഓതിയിട്ട് പിന്നെ ദിക്ർ അങ്ങനെ ചൊല്ലിയിരുന്നു. സൂര്യൻ ഉദിച്ചു, അതതാ ഒരു കുന്തത്തിലപ്പുറം ഉയർന്നു. ളുഹയും നിസ്കരിച്ചയാള് പള്ളിയിൽ നിന്ന് പോകുന്ന മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ്.
അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത് എനിക്ക് അയാളോട് വലിയ ഇഷ്ടമാണ്, മറ്റേ ആളോട് ഇഷ്ടമുണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? പള്ളിയിൽ നിന്ന് അയാൾ സംസാരിക്കൂല. വേറൊരാളോട് ഇഷ്ടം എന്താണെന്നറിയോ? വാങ്കങ്ങ് കൊടുത്തു തുടങ്ങുമ്പോഴേക്ക് എന്ത് സംഗതിയിലാണെങ്കിലും ആ വാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് അയാളതാ സംസാരം നിർത്തുന്നു, കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുന്നു. വാങ്ക് വിളി തീർന്ന ശേഷമേ പിന്നെ പുനരാരംഭിക്കൂ. ഏതൊരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടോ ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയാകണം ആ സ്നേഹം. ഈമാനിന്റെ മാധുര്യം കിട്ടാൻ ഒരു മൂന്നാമത്തെ കാര്യം കൂടിയുണ്ട്. കുഫറിൽ നിന്ന് അല്ലാഹു രക്ഷിച്ച് ഈമാൻ തന്നില്ലേ, പിന്നെയും കുഫറിലേക്ക് പോകുന്നത് വെറുക്കണം. കുഫറാകുന്ന ഒരു സംഗതിക്കും സഹോദരങ്ങളെ നിങ്ങളെ വക മഹബത്ത് ഉണ്ടാകരുത്. കുഫറിന്റെ ആഘോഷങ്ങൾ പലതും നാട്ടിൽ നടക്കും. നിങ്ങളവിടെ സന്നിഹിതരാകാൻ പോകണ്ട, സഹായിക്കാൻ പോകണ്ട, ഭക്ഷണം കഴിച്ച് ഒച്ചപ്പാടുണ്ടാക്കാൻ പോകണ്ട. ആഘോഷം നല്ല ഉഷാറുണ്ട്, നല്ല നല്ല പരിപാടിയാണ്, തിരക്കേടില്ല, എന്ത് രസമുണ്ട് കാണാന്. നിങ്ങൾ മദ്ഹ് പറയണ്ട, അത് കെട്ടിപ്പടുത്തുയർത്തിന്റെ അതിന്റെ ശില അറിയുമോ? കുഫ്റാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഒരു യാത്ര ചെയ്തു വന്ന രണ്ട് മഹദിമാര്, അവിടുത്തെ പത്നിമാരിൽപ്പെട്ട രണ്ടാളുകള് രണ്ട് ചർച്ച് കണ്ടപ്പോ ആ ചർച്ചിന്റെ ഭംഗിയൊക്കെ മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമായി. ചർച്ചിന്റെ മഹത്വമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. അവരെ ചർച്ചിനെയാണോ നിങ്ങൾ മദ്ഹ് പറയുന്നത്? ജൂതനസാറാക്കൾക്ക് അല്ലാഹു ശാപം കൊടുക്കട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ നബിമാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ വെച്ചു. മാത്രമല്ല വസവ്വറൂ ഫീഹി തിൽക സുവറ. ആ പള്ളികളിൽ നബിമാരുടെ ചിത്രങ്ങൾ അവർ പതിപ്പിച്ചു വെച്ചു. ഉലൈകഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷ്ടന്മാരാണ്. അവരെ ചർച്ചിന്റെ മഹത്വവും മേനിയും ഇവിടെ പറയേണ്ട. ചർച്ചിന്റെ ഭംഗി പറഞ്ഞിട്ടേ ഉള്ളൂ, നമുക്കതിലൊന്നും ഒരു കുഴപ്പമില്ലപ്പെന്നല്ലേ. അത് ഖൽബ് കൊണ്ട് ഒഴിവാക്കേണ്ട സംഗതിയാണ്. ഒരിക്കലും കുഫറിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടരുത്, ഒരിക്കലും അതിനെ വെള്ളപൂശരുത്, ഭംഗി കൂട്ടരുത്. അത് പാടില്ല സഹോദരങ്ങളെ. അല്ലാഹു തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഈമാൻ തന്നത്. ഈമാൻ തന്ന ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യം വെറുപ്പോടെ കാണണം. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിൽ വലിച്ചെറിയപ്പെടുന്ന സംഗതി വെറുക്കപ്പെടുന്ന സംഗതിയല്ലേ, ഇഷ്ടമുള്ള സംഗതിയല്ലല്ലോ. ആ സംഗതിയെ വെറുപ്പായി കാണും പോലെ കുഫറിലേക്ക് മടങ്ങുന്നതിനെ വെറുപ്പായി കാണണം. നല്ല പരിപാടിയായി തോന്നരുത്. മറ്റു മതസ്ഥരുടെ അനാചാരങ്ങൾ ആചാരങ്ങൾ നമ്മൾ കടമെടുക്കണ്ട, നമ്മളതിനെ കുറ്റവും പറയണ്ട. അത് അവർ നടത്തിക്കോട്ടെ, അവർക്കുള്ള സ്വാതന്ത്ര്യം മറ്റാണ്. നമ്മളതിനെ എതിർക്കാനും പോകണ്ട, അനുകൂലിച്ച് വെള്ളപൂശാനും പോകണ്ട. അതേ പരിപാടി നമ്മളെ വീട്ടിലും വീട്ടുമുറ്റത്തും നമ്മുടെ പരിസരത്തും അത് വേണ്ട. അവരുടെ അടയാളങ്ങൾ ആഘോഷങ്ങൾ അവർ നടത്തണം. നമ്മളെന്തിനെ എതിർക്കണം? നമ്മളെതിർക്കണം. നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് പോയി സഹായിച്ചുകൊണ്ട് അവിടെ ആളാകാനും പോകണ്ട. ഇസ്ലാമിന്റെ നയം അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ്. അല്ലാതെ നമുക്കതിന് സൗന്ദര്യവും മറ്റൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ എന്താ നമുക്ക് സൗന്ദര്യം തോന്നുന്നത്? എന്താ നമുക്ക് ഇഷ്ടം തോന്നുന്നത്? കുട്ടിക്കാലത്ത് പോലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും മക്കയിൽ ഒരു ആഘോഷത്തിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ല. എത്ര നിർബന്ധം പറഞ്ഞിട്ടുണ്ട് അബൂ ത്വാലിബ്, എത്ര നിർബന്ധം പറഞ്ഞിട്ടുണ്ട് അബൂ ത്വാലിബ്. ഒരു വലിയ ആഘോഷത്തിൽ അബൂ ത്വാലിബ് കൊണ്ടുപോയ സംഭവം ഇമാം സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു എടുത്ത സീറയിൽ പറയുന്നുണ്ട്. മക്കത്ത് അതുപോലത്തെ ആഘോഷം നടന്നിട്ടില്ല. നബി തങ്ങൾ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് അന്ന് എനിക്ക് വയസ്സ് 12 വയസ്സാണ്, എന്നെ കൊണ്ടുപോകാൻ നിർബന്ധം പറഞ്ഞു. അബൂ ത്വാലിബിനോട് ഞാൻ പറഞ്ഞു, മൂത്താപ്പയോട് എനിക്ക് സാധിക്കൂല. എന്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി അശ്ശിർക്കു, ബഹുദൈവാരാധനയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്കും എന്നെ കൊണ്ടുപോകരുത്. എല്ലാവരും ശാഠ്യം പിടിച്ചപ്പോ
ഞാൻ അവരെ കൂടെ പോയി. പക്ഷേ ആഘോഷം നടക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോ എന്റെ മുന്നിൽ വന്നിട്ട് ശുഭ്രവസ്ത്രധാരിയായ ഒരാള് അതിന്റെ അടുത്തെത്തുമ്പോഴേക്ക് എന്നോട് പറഞ്ഞു, മടങ്ങിപ്പോകണം, മടങ്ങിപ്പോകണം, ഒരടി മുന്നോട്ട് വെച്ചുകൂടാ. പെട്ടെന്ന് വാഹനം കയറി ഞാൻ വീട്ടിലേക്ക് വന്നു. ആരോടും പറയാതെ വാഹനം കയറി തിരിച്ചപ്പോ അബൂ ത്വാലിബന്റെ പിന്നാലെ വന്നിട്ട് ചോദിച്ചു, മോനെ എന്തേ പെട്ടെന്ന് വന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് കഴിയില്ലാന്ന്. നിങ്ങളെ ആഘോഷ സ്ഥലത്തേക്ക് കടക്കുന്നതിന്റെ മുമ്പ് തന്നെ ശുഭ്രവസ്ത്രധാരിയായ ഒരാളെന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മടങ്ങിക്കോളണം, ഒരടി മുന്നോട്ട് വെച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള വിശുദ്ധമായ നിർദ്ദേശമാണ് സഹോദരങ്ങളെ. നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഞാൻ ചുരുങ്ങിയ വിഷയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, സ്വന്തത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ ഈമാനും വേണം, വഅമിലുസ് സ്വാലിഹാത്തി, സുഹൃതങ്ങൾ വേണം. എന്താണ് സുഹൃതം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്ന വിഷയം, ഒരു വിഷയം സൽക്കർമ്മമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ മേളിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഒന്ന് പാരമ്പര്യമാണ്, ഇത്തിബാ വേണം. രണ്ടാമത്തെ ഒന്നോ, അതേ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ നന്നായി നമ്മൾ ഇഖ്ലാസ് പാലിക്കണം. ഇഖ്ലാസ് നിയ്യത്ത് നന്നാക്കണം, എന്നാൽ അത് സുഹൃതമാകും. അതേ രൂപത്തിൽ തന്നെ പറഞ്ഞ രൂപത്തിൽ ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ നോക്ക്, എങ്ങനെ ഒരാൾ നഖം മുറിച്ചാലും മുറിക്കലാകും. പക്ഷേ നഖം മുറിക്കുന്നതിന് പ്രത്യേക വിഷയങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, അതിന് പ്രത്യേക രൂപഭാവങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും മുറിക്കേണ്ടതല്ല. വലത്തേ കൈയിന്റെ മുസബ്ബിഹ വിരല് കൊണ്ട് തുടങ്ങി ചെറുവിരല് വരെ മുറിക്കണം, പിന്നെ അതിന്റെ തള്ളവിരല് മുറിക്കണം, പിന്നെ ഇടത്തേ കൈയിന്റെ നഖങ്ങൾ മുറിക്കണം. കാലിൽ വലത്തേ കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത്തേ കാലിന്റെ ചെറുവിരൽ അവസാനിപ്പിക്കണം. ഒരൊറ്റ നഖവും മുറിക്കാതെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ നഖങ്ങളും മുറിക്കണം. എല്ലാ ദിവസവും പറ്റുമോ? ഇല്ല. അതേ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അതിന്റെ ദിവസം നിശ്ചയിച്ച് തന്നിരിക്കുന്നത്. ആ നഖം മുറിക്കുന്നതിന്റെ മുമ്പ് നഖങ്ങൾ കഴുകണം, മുറിച്ചതിന് ശേഷവും കഴുകണം, മുറിച്ച നഖങ്ങളൊക്കെ കുഴിച്ചിടണം. ഇതൊക്കെ പൂർണ്ണമായി ചെയ്യുമ്പോ ആ സുന്നത്ത് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ചെയ്തു. ഒരാളങ്ങ് മുറിച്ചണ്ട് ഒഴിവാക്കി, കഴുകിയതുമില്ല, കുഴിച്ചിട്ടതുമില്ല, എന്നാലും നഖം മുറിയും, നഖം മുറിയും. അത് അതിന്റെ യഥാർത്ഥ രൂപഭാവത്തിൽ ചെയ്യുമ്പോഴാണ് അമലു സ്വാലിഹായ അമലായി മാറുന്നത്. ഒരാൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് വെള്ളം എടുത്തിട്ട് തലേ കൂടെ അങ്ങനെ ഒഴിച്ചു. കാണുന്ന ആൾ പറയും, അയാൾ കുളിച്ചിട്ടുണ്ട് എന്ന് പറയും. അയാൾ നിയ്യത്ത് ചെയ്തിട്ടില്ല, നാളെ കുളിച്ചിട്ടില്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. അതിന് നിയ്യത്തുണ്ട്. അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലാകണമെങ്കിൽ അതിന്റെ മുമ്പ് ഒരു കാമിലായ ഉളു ഉണ്ട്, മിസ്വാക്ക് ചെയ്തിട്ടുള്ള ഉളു. അയാൾ വസ്ത്രം മറച്ചുകൊണ്ടാണ് കുളിക്കേണ്ടത്. വസ്ത്രം മറച്ചുകൊണ്ട് കുളിക്കണം. വസ്ത്രം മറക്കാതെ കുളിക്കുന്നത് കറാഹത്താണ്, ജായിസാണ് എന്ന് മഹാന്മാര് പറഞ്ഞു, തബ്രീദിന് വേണ്ടിയും മറ്റും തണുപ്പ് കൊള്ളാനും മറ്റൊക്കെ. എന്നാലും ഉത്തമമായ സംഗതി മറവോടുകൂടെ കുളിക്കലാണ്. ഒഴിഞ്ഞ സ്ഥലത്തും മറച്ചു കുളിക്കലാണ് നല്ലത്. കുളിക്കുന്ന സമയത്തും ഉതൊടുക്കുന്ന സമയത്തും വസ്ത്രം ധരിക്കാതിരിക്കുന്നത് കറാഹത്താണ്. ജായിസല്ലേ എന്ന് ചില കിതാബിലൊക്കെ കാണുമ്പോഴേക്ക് ജായിസാണല്ലോ, പിന്നെന്താ ഉസ്താദ് എങ്ങനെ പറയണത് എന്ന് ചോദിക്കും. ഉത്തമമായ ശൈലിക്ക് എതിരാണ്. ഉത്തമമായ ശൈലി മറവോടുകൂടെ നിർവഹിക്കലാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് റൂമിൽ നിന്നാണ് കുളിക്കുന്നതെങ്കിലും മറ സ്വീകരിക്കലാണ് അഫ്ളൽ. നല്ല ഒരു മുണ്ട്, ഔറത്തൊക്കെ മറയുന്ന രീതിയിലുള്ളൊരു മുണ്ട്, അത് ധരിച്ചുകൊണ്ട് കുളിക്കലാണ് നല്ലത്. വസ്ത്രം എപ്പോഴും മറച്ചുകൊണ്ട് കുളിച്ചിരുന്ന മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ ഒരു സുന്നത്ത് കാത്തു സൂക്ഷിച്ചതുകൊണ്ട് മഹാനവറുകൾക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം ഇടക്കിടക്ക് സാധ്യമായിരുന്നു എന്ന് കാണാം, സുന്നത്തിനെ പരിരക്ഷിച്ച് സൂക്ഷിച്ചതുകൊണ്ട്. അപ്പൊ സുഹൃതങ്ങളായി ചെയ്യുന്ന ഏത് കാര്യത്തിനും പാരമ്പര്യം വേണം. ഞാൻ മുടിവെട്ടുന്നത് പാരമ്പര്യാടിസ്ഥാനത്തിൽ സുന്നത്തായ രൂപത്തിലാകണം. സഹോദരങ്ങളെ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. വസ്ത്രം ധരിക്കുന്നതും അതിനും പാരമ്പര്യാടിസ്ഥാനത്തിലാകണം. പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, സ്ത്രീകളുടെ രൂപഭാവങ്ങൾ സ്വീകരിക്കരുത്. ചില പുരുഷന്മാരൊക്കെ ഇപ്പൊ സ്ത്രീകളുടെ കോലം സ്വീകരിക്കാനാണ് അവർക്ക് ഇഷ്ടം. നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകൾ മുടികൾ ബാക്കിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് ഇല്ലി
ഇറുക്കിയാക്കിയിട്ട് മുടഞ്ഞിട്ട് ഒരു റിബൻ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. പിൻഭാഗത്ത് നോക്കിയാൽ പെണ്ണാണ്, മുന്നിൽ പോയി നോക്കിയാൽ ആണാണ്. പുരുഷൻ അങ്ങനെ മുടി നീട്ടേണ്ട. പെരടി ഭാഗത്തേക്ക് മുടി വരുമ്പോഴേക്ക് കാതിന്റെ ഭാഗം കണക്കാക്കിയുള്ള പെരടി ഭാഗത്തേക്ക് മുടി വരുമ്പോ അത് മുറിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എപ്പോഴെങ്കിലും ഒരുപക്ഷെ തങ്ങൾ അങ്ങനെ വളർത്തിയിട്ടുണ്ടാകും. അത് മുടി വെട്ടാൻ സൗകര്യപ്പെടാത്ത സാഹചര്യത്തിലായിരിക്കും. അത് കണ്ടിട്ട് പെണ്ണുങ്ങളെ പോലെ മുടി നീട്ടി പുരുഷന്മാര് വളർത്തരുത്. സ്ത്രീകളോട് പറയട്ടെ, ആണുങ്ങൾ മുടിവെട്ടി ചെറുതാക്കുന്നത് പോലെ പെണ്ണ് മുടിവെട്ടി ചെറുതാക്കിക്കൂടാ. ചില ഓപ്പറേഷനോ മരുന്ന് വെക്കാനോ ചിലപ്പോൾ മുടി കളയുകയും പറ്റ വടിക്കുകയും ചെയ്യും. അതാ നിർബന്ധിത സാഹചര്യത്തിലാണ്. ഹജ്ജിന് പോയ സമയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ മുടി കളയാന്? 3 പ്രാവശ്യം തങ്ങൾ ദുആ ചെയ്തില്ലേ? റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ. മുണ്ടനം ചെയ്യുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സ്വഹാബത്ത് പറഞ്ഞു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, മുടി വെട്ടുന്നവർക്കും ദ്വാർക്കണം. 4ാമത്തെ തവണ തങ്ങൾ ദ്വാരുന്നു റഹിമല്ലാഹുൽ മുഖസ്സിരീൻ, മുടി വെട്ടിയിട്ട് തഹല്ലുലാകുന്നവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സ്വഹാബി വനിതകൾ വന്ന് ചോദിച്ചു, പുരുഷന്മാര് തഹല്ലുലാകാൻ വേണ്ടി മുടി കളഞ്ഞതുപോലെ ഞങ്ങളും കളയട്ടെയോ? തങ്ങൾ പറഞ്ഞു വേണ്ടേ വേണ്ട, ഒരു 2-3 മുടിയുടെ കഷ്ണം എടുത്ത് മുറിച്ചു മാറ്റൂ, അതുകൊണ്ട് തഹല്ലുലാകൂ. ആണുങ്ങൾ മുടി വെട്ടി ചെറുതാക്കും പോലെ ആണിന്റെ കോലം പെണ്ണ് സ്വീകരിക്കരുത്, പെണ്ണിന്റെ കോലം ആണും സ്വീകരിക്കരുത്. രണ്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച കാര്യമാണ്. പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലൂടെ തങ്ങൾ പഠിപ്പിച്ചതാ. ചെയ്യുന്ന കർമ്മങ്ങൾ ഏതും സുഹൃതങ്ങളാകണം. നിസ്കരിക്കുന്ന ആളുകളോട് പറയട്ടെ, നിസ്കാരം പാരമ്പര്യ അടിസ്ഥാനത്തിലാകണം. നമുക്ക് തോന്നും പോലെയാകരുത് നിസ്കരിക്കുന്നത്. നിസ്കാരം ചെയ്യുന്നത് അതിന്റെ രൂപഭാവം യഥാർത്ഥ രൂപത്തിലാകണം. ഏത് അമലുകളും സ്വാലിഹായ അമലുകളാകണമോ പാരമ്പര്യാടിസ്ഥാനത്തിലാകണം. മദീന പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു സ്വഹാബിയെ പെട്ടെന്ന് നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടി നബി തങ്ങൾ വിളിച്ചു. സലാം വീട്ടി പോകുന്ന ആളോട് പോയി നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സുജൂദ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. റുക്കൂ ഇല്ലേ? റുക്കൂ ഉണ്ട്. നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല. 2ാമത് നിസ്കരിച്ചു തങ്ങൾ വീണ്ടും മടക്കി വിട്ടു പോയി നിസ്കരിക്കും, നിസ്കരിച്ചിട്ടില്ല. 3ാമതും മടക്കി വിട്ടു പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞു. 3ാമത്തെ തവണയോ 4ാമത്തെ തവണയോ സഹാബി പറഞ്ഞു, നബിയെ ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ, തങ്ങൾ എത്ര വട്ടം മടക്കി വിട്ടാലും ഇങ്ങനെ അറിയുള്ളൂ. അപ്പൊ തങ്ങൾ തലക്കെന്ന് പറഞ്ഞു കൊടുത്തു. അതേ കുഴപ്പമാണ് ഇന്നത്തെ നിസ്കാരത്തിലും കാണുന്നത്. എന്താണ്? 5 സ്ഥലത്ത് തങ്ങൾ പ്രത്യേകം ശ്രദ്ധയൂന്നി പറഞ്ഞു, നീ റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന ഫീഹി റാക്കിഅ, റുക്കൂയിൽ നല്ലോണം അടങ്ങി ഒതുങ്ങി താമസിക്കണം. അതിനാണ് 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ദിക്ർ ചൊല്ലൽ സുന്നത്താക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു സുമ്മഅത്തദിൽ, പിന്നെ നീ നേരെ ചൊവ്വേ നിൽക്കണം ഇത്തിദാലിലേക്ക്. അവിടെയും ഹത്താ തത്മഇന്ന ഫീഹി ഖായിമൻ, നല്ലോണം അടങ്ങി താമസിച്ച് ഒതുക്കത്തോടെ നിൽക്കണം. ഇങ്ങനെ വന്ന് ഉടനെ തന്നെ സുജൂദിലേക്ക് പോകരുത്, കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം. ആ തുമനീനത്ത് കിട്ടാനാണ് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി മിൽഅൽ അർളി മിൽഅ മാ ബൈനഹുമാ മിൽഅ മാ ശീത മിൻ ഷൈഇൻ ബഅദ് എന്ന ദിക്ർ സുന്നത്താക്കിയത്. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന ഫീഹി, സുജൂദിൽ അടങ്ങി ഒതുങ്ങി താമസിക്കണം. 3 തസ്ബീഹ് അവിടെയും ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. പിന്നെ നീ ഇരിക്കണം, ഇരുത്തത്തിലും അടങ്ങി ഒതുങ്ങി താമസിക്കണം. അവിടെയും ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. പിന്നെയും നീ സുജൂദ് ചെയ്യണം. ആ സുജൂദിൽ അടങ്ങി ഒതുങ്ങി താമസിക്കണം. 3 തസ്ബീഹ് ചൊല്ലണം. ഈ 5 സ്ഥലങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് ഹത്താ തത്മഇന്ന ഫീ, ഹത്താ തത്മഇന്ന ഫീ. ഈ നിസ്കാരത്തിന്റെ കുഴപ്പമെന്താണെന്നറിയോ? ഫാത്തിഹ ഇല്ലാത്തതല്ല, സൂറത്ത് ഇല്ലാത്തതല്ല, രൂപഭാവങ്ങളിൽ സുജൂദ് റുക്കൂ ഇല്ലാത്തതല്ല. റുക്കൂയിലും സുജൂദിലും ഇത്തിദാലിലും ഇടയിലെ ഇരുത്തത്തിലും തുമനീനത്തില്ല. അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തെ പറ്റി തങ്ങൾ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ
നിസ്കാരം നിസ്കാരമാകണമോ അതിന്റെ രൂപഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാകണം. മഗ്രിബ് നിസ്കരിച്ചപ്പോ ഇന്നിപ്പോ ജമാഅത്തിൽ പങ്കെടുത്തപ്പോ എങ്ങനെയാണ് ആളുകളിൽ ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും? വലിയ പ്രയാസം തോന്നിപ്പോ. ഒരാളുണ്ട് അത്തഹിയാത്തിലുണ്ട് ഒരാൾ ഇങ്ങനെ ഒരു സിഗ്നൽ ലൈറ്റ് ഒറ്റ മിന്നൽ. എന്താ ചെയ്യേണ്ടത്? ആളുകൾ പല രൂപത്തിലും പല കോലത്തിലാണ്. കിതാബിൽ പഠിപ്പിക്കുന്നൊക്കെ ഒരു കോലത്തിലാണ്. ഇങ്ങനെ പല കോലത്തിൽ വന്നൊന്നും ഒരു നിലക്കും മനസ്സിലാകുന്നില്ല. എല്ലാവരും ഒരു മദ്രസയിലല്ലേ പഠിച്ച് നമ്മളൊക്കെ. പിന്നെ ഇങ്ങനെ പല രൂപത്തിൽ വരുന്നു. ചില ആളുകൾ തോക്ക് പിടിക്കുമ്പോൾ എങ്ങനെ പിടിക്കുക? അങ്ങനെ ഒറ്റ വെടി വെക്കുന്നുള്ള. സഹോദരങ്ങളെ, കൈ ഇങ്ങനെ പരത്തി വെച്ച് അത്തഹിയാത്തിന്റെ തുടക്കത്തിൽ തന്നെ 53 കെട്ടിയവനെ പോലെ ഈ കൈ ഇങ്ങനെ മുസബ്ബിഹ് താത്തി ഇട്ടിട്ട് ഈ തള്ളവരൽ അതിനോട് അടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കണം. പിന്നെ ഇല്ലല്ലാ എന്നുള്ള ഹംസ പറയുമ്പോ ഒന്ന് പതുക്കെ ഇങ്ങനെ ഉയർത്തണം. ഇങ്ങനെ മേലോട്ടൊന്നോറ്റല്ല, സുറൂകുറ്റി ഉയർത്തിയ പോലല്ല, ഒന്നിങ്ങനെ പതുക്കെ അതെന്നെ ഒന്ന് താഴ്ത്തിയ രൂപത്തിൽ ഇങ്ങനെ ഉയർത്തണം. ഇങ്ങനെ ലെവലായിട്ടല്ല, ഒന്ന് താഴോട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ ഉയർത്തിയത് ലാസ്റ്റ് സമയം വരെ ഉയർന്നു നിൽക്കണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസുന്ന ഇദാമത്തു റഫ്ഇഹി വനദ്രിഹി, നോട്ടവും നിത്യമാക്കണം, ഉയർത്തലും നിത്യമാക്കണം, രണ്ടും സുന്നത്താണ് എന്ന് പറഞ്ഞാൽ പൊക്കിയിട്ട് നേരെ താഴത്ത് സിഗ്നൽ ഒന്നല്ലേ ഇത് സിഗ്നലാ? സിഗ്നൽ ഉണ്ടോ? റോട്ടിലല്ലേ സിഗ്നല്? ചില ആൾക്കാർക്ക് ഉയർത്തിപ്പിടിക്കാൻ ഓരോ ബുഖില്. ആ ഉയർത്തിയത് അങ്ങനെ വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി എന്ന് സ്ഥിരപ്പെട്ടു ഹദീസിൽ, എപ്പോൾ താഴ്ത്തി എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഫുഖഹാ സൂക്ഷ്മതയോടെ പഠിപ്പിച്ചു. ഉയർത്തി എന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ട് ലാസ്റ്റ് സമയം വരെ ഉയർത്തൽ സുന്നത്തുണ്ട്. നോക്കി എന്നും സ്ഥിരപ്പെട്ടു, അതുകൊണ്ട് തന്നെ നോട്ടം നിത്യമാക്കലും സുന്നത്തുണ്ട്. തൗഹീദിലേക്ക് മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടമാണത്. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും ഇത്തിഖാദിലും തൗഹീദ് രൂപപ്പെടുത്തുന്ന ശൈലിയാണ്. നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരോടും പറയട്ടെ, ഒരാളിങ്ങനെ നിന്ന് നിസ്കരിക്കാം, അയാളെ പിന്നാലെ ഒരാൾ വലത്തെ ഭാഗത്തുണ്ട് മാമൂമായി നിസ്കരിക്കും. ഈ മാമൂമായി നിസ്കരിക്കുന്ന ഈ വലത്തെ ഭാഗത്തുള്ള ആളെ പിടിച്ച് വേക്കോട്ട് വലിച്ചിടരുത്. ഞാൻ എന്റെ കൂടെ പോകുന്ന ഡ്രൈവർമാരെ കൊണ്ടൊക്കെ വാക്കുകൾക്ക് മസല പഠിപ്പിക്കാൻ, അങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ കഴിയൂല. എത്ര വലിച്ചാലും പോകരുത് എന്ന് പറയും. നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, നിങ്ങളെന്താ വലിച്ചിട്ട് വരാഞ്ഞു? ഞങ്ങൾ വലിക്കുമ്പോ വരാനുള്ള ആളാ ഞാൻ. അയാളെ പിടിച്ച് വേക്കോട്ട് വലിക്കല്ല വേണ്ടത്. ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് അയാൾ നിൽക്കും പോലെ നിന്ന് തക്ബീർ കെട്ടും. ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കണം, അല്ല ബാക്കിൽ നിൽക്കാൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ബാക്കോട്ട് രണ്ടുപേരും നീങ്ങണം. അങ്ങനെ വേണ്ട. ഇത് തുടക്കം തന്നെ സൊഫയിൽ വന്നിട്ട് ഇയാളൊരു ഒറ്റ വലിയ ഒരു വലിക്കുവരുന്നില്ല, പിന്നെ കാണാം അടുത്ത വലി. പിന്നെ അങ്ങനെ വലിക്കാൻ പറ്റൂല. സൊഫിൽ ഒറ്റക്കാണെങ്കിൽ പോലും നോക്ക് നിങ്ങൾ, സൊഫിൽ ഒറ്റക്കാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ പോലും തക്ബീർ കെട്ടിയ ശേഷമാണ് ഒരൽപ്പം കാല് മുന്നോട്ട് വെച്ച് ഒരാളെ പതുക്കങ്ങനെ വലിക്കേണ്ടത്. തക്ബീർ കെട്ടുന്നതിന്റെ മുമ്പ് വലിയില്ല. തക്ബീർ കെട്ടിയിട്ടല്ലേ അയാൾ നിസ്കാരത്തിൽ ചേരുന്നത്. മുമ്പ് തന്നെ വലിച്ച് ബേക്കോട്ടാക്കാൻ പാടില്ല. ബേക്കോട്ടിരുന്ന ആൾക്കാരെ അപ്പോ എല്ലാരോടും എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, വലത്തെ ഭാഗത്ത് ഒന്ന് നിൽക്കുന്ന ആള് എത്ര വലിച്ചാലും ബേക്കോട്ടേക്ക് പോകരുത്. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത കുലുങ്ങുലാറെ അവിടെ നിൽക്കണവരെ നിർത്തം. മസാല പഠിപ്പിക്കണം. മറ്റേ അതന്നെ മാർഗം. വലിക്കുമ്പോഴേക്ക് ബേക്കോട്ട് എന്തിനാ? അവിടെ നിൽക്കണം, ഒരേ നൃത്തം നിൽക്കണം. അപ്പൊ നിസ്കാരം കഴിയുമ്പോ മറ്റാളിങ്ങനെ സൊഫിലുണ്ടാകും, കൊന്ത്രം പല്ലു പോലെ, ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഉണ്ടാവും. എന്നിട്ട് മറ്റേക്ക് പഠിപ്പിക്കണം. പിന്നെ നല്ലോണം പഠിക്കണം. കുറെ തിന്നിട്ട് വലുതായാ പോരാ, പഠിക്കണം. നിസ്കാരത്തിന്റെ മസലെങ്കിലും പഠിക്കണം. ഇടത്തെ ഭാഗത്ത് ഞാൻ നിൽക്കും പോലെ വന്ന് കൈ കെട്ടിയിട്ട് ഇമാമിനോട് തുറന്ന് കൈ കെട്ടിയിട്ട് ഒന്നുകിൽ അവിടെ തന്നെ തുറന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഒരു സൊഫായിട്ട് ബാക്കിൽ നിൽക്കണമെങ്കിൽ രണ്ടാളും ബാക്കോട്ട് നീങ്ങുക. അങ്ങനെ വേണ്ടത്. അല്ലാതെ നീ വന്ന് ബാക്കിൽ നിന്ന് വലിക്കുമ്പോഴേക്ക് വരാനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ആരും ബേക്കോട്ട് പോയി കൊടുക്കരുത്. ബേക്കോട്ട് പോയി കൊടുത്തിട്ടാണ് ജഹാലത്തായി മാറുന്നത്. പിന്നെ അങ്ങനെ മാർഗമായി വരുന്നത്. ഒരൊറ്റ കുട്ടിയും ബേക്കോട്ട് ഇറങ്ങി കൊടുക്കരുത്. അവിടെ തന്നെ നിൽക്കാം. ബേക്കോട്ട് വലിച്ചിട്ട് പോകണം. പഠിക്കണം ശരിക്കും വിഷയം. ബേക്കോട്ട് ഇറങ്ങി കൊടുക്കാൻ പാടില്ല. അയാളൊരു എളുപ്പമല്ലേ? ആള് എളുപ്പമാണെങ്കിൽ നേരത്തെ നമ്മൾ എളുപ്പമായിട്ടില്ല. ഇവിടെ നിന്ന് മറ്റാൾ മറ്റേ ഭാഗത്ത് ഒന്ന് നിൽക്കട്ടെ, ഇമാമിനോട് തുടരട്ടെ. തുടർന്നിട്ട് സൗകര്യമെങ്കിൽ ബേക്കോട്ട് ഇറങ്ങട്ടെ. സുഹൃതങ്ങൾ ചെയ്യുന്നത് അതിന്റെ രൂപത്തിലും ഭാവത്തിലുമാകണം. സഹോദരങ്ങളെ, എങ്ങനെ കുളിച്ചാലും കുളിയാകും.
പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കുന്നതിന്റെ മുമ്പ് മുൻകൈ കേകുന്നതും വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതും കുളിയുടെ സുന്നത്താണ്. അതേ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ട ശേഷമുള്ള കുളിയാണെങ്കിൽ ആദ്യം തന്നെ പോയി ഉളു എടുക്കല്ല വേണ്ടത്. ആദ്യം ഒന്ന് പോയി മൂത്രമൊഴിക്കണം. എന്നിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ആയ മാലിന്യങ്ങളൊക്കെ കേകി വൃത്തിയാക്കണം. ശേഷം നല്ല ഒരു ഉളു എടുക്കണം, പൂർണ്ണമായ ഉളു. ശേഷം അതാ സുബ്ഹാനല്ലാഹ് വെള്ളം ഒഴിച്ചുകൊണ്ട് കുളിക്കണം. വെള്ളം ഓരോ ഭാഗത്തേക്കും അതിന്റെ കൃത്യമായ രൂപത്തിൽ ഒഴിക്കണം. ഒന്നായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം തലയിൽ ആദ്യം വെള്ളമൊഴിച്ച് പിന്നെ വലത്തെ ഭാഗത്തൊഴിച്ച് വലത്തെ ഭാഗത്തിന്റെ നേരെ ഇപ്പുറത്തുള്ള പിൻഭാഗത്തൊഴിച്ച് പിന്നെ ഇടത്തെ ഭാഗത്ത് മുൻഭാഗത്തൊഴിച്ച് പിന്നെ പിൻഭാഗത്തൊഴിച്ച് ശരീരമാസകലം സോപ്പ് തേച്ച് കഴുകി അപ്പോഴൊക്കെ ഉളൂ മുറിയാതെ സൂക്ഷിക്കണം. ഇടയിൽ ഉളൂ മുറിഞ്ഞു പോയാൽ ഉളൂ മുറിയാവുന്ന സ്ഥലങ്ങളിൽ സ്പർശിച്ചിട്ടോ അല്ലാതെയോ മുറിഞ്ഞാല് ഇടയിൽ തന്നെ ആ ഉളൂഇനെ പുതുക്കൽ സുന്നത്തുണ്ട്. ആ ഉളൂ ഒരു ചെറിയ ഉളൂ അല്ല, മുഅക്കദായ ഉളൂ ആണ്, ശക്തിയായ സുന്നത്തുള്ള ഉളൂ ആണ്. കുളിയുടെ മുമ്പ് ഉളൂ എടുക്കാതെ ഒരൊറ്റ കുളിയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ലാന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ സുഹൃതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരൊറ്റ ഒന്നിനെയും ചെറുതായി കാണരുത്. ചെറിയ സൽക്കർമ്മം വരെ വലുതായി അല്ലാഹു പരിഗണിച്ചിട്ടുണ്ടല്ലോ. ചെറിയ സുഹൃതം വരെ വലിയ രൂപത്തിൽ അല്ലാഹു തആല പരിഗണന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതാണ് എന്ന് കരുതിയിട്ട് തള്ളിക്കളയരുത്. എത്ര ചെറിയ സുഹൃതമാണെങ്കിലും സുഹൃതമല്ലേ, സൽക്കർമ്മമല്ലേ, വലിയ നിലവാരത്തോടുകൂടെ അതിന് കാണണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹു അൻഹാ മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന സ്വഹാബി വനിതയാണ്. സ്വഹാബത്തൊക്കെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദർസ് കഴിഞ്ഞിട്ട് പോകുമ്പോ ആ പള്ളിയിലേക്ക് വരുന്നവര് ചൂട്ട് കത്തിച്ചല്ലേ വരാറുള്ളത്. സുബ്ഹിന്റെ മുമ്പ് തന്നെ അവര് പള്ളിയിലെത്തുന്ന പതിവാണല്ലോ. ഇരുട്ടത്ത് ചൂട്ട് കത്തിച്ചു കൊണ്ടുവന്ന സ്വഹാബിമാര് അതിന്റെ ചൂട്ടിന്റെ അംശങ്ങള് ഓരോ ഭാഗത്തുമായി ഇങ്ങനെ കുത്തിവെക്കും. ആ വെളിച്ചത്തിൽ അവർ നിസ്കരിക്കും. നേരം വെളുത്തതിന് ശേഷം പിന്നെയും കുറച്ചു നേരം ദർസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് പോകുമ്പോ ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹു അൻഹാ പള്ളിയിൽ വന്നിട്ട് ആരാരുമില്ലാത്ത നേരത്ത് ഇതെല്ലാം എടുത്തിട്ട് വേസ്റ്റ് തള്ളുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പള്ളി ക്ലീനാക്കുന്ന മഹദിയാണ്. ആ മഹദി വഫാത്തായപ്പോ രാത്രി സമയത്ത് സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ വിളിക്കണ്ടെന്ന് കരുതിയിട്ട് അവര് തന്നെ നിസ്കരിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടിപ്പോയി. സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവരം അറിയിച്ചു. ഖബറൊന്ന് കാണിച്ചു തരൂ. ഖബറിനടുത്ത് പോയിട്ട് നബി തങ്ങൾ ചോദിച്ചില്ലേ, ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹു അൻഹയോട് ഖബറിന്റെ ഉള്ളിലുള്ള ബീവിയോട് ചോദിക്കുന്നു. പുറത്തുനിന്ന് സ്വഹാബത്തൊക്കെ കേൾക്കുന്നു. അയ്യഅമാലിൻ വജത്തി അഫ്ളലാ, ഉമ്മുദാജിനെ ഖബറിന്റെ ഉള്ളിലാണല്ലോ ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായിട്ട് അനുഭവിച്ചത്? ഖബറിന്റെ ഉള്ളിലെത്തിയില്ലേ? ദുനിയാവിൽ ചെയ്ത സുകൃതങ്ങളൊക്കെ അവിടെ വെളിവായി വരുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത അമലുകളിൽ ഏറ്റവും അഫ്ളലായി കണ്ടതേതാണ്? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജവാബ് വരുന്നു, ഖുമ്മുൽ മസ്ജിദ് യാ റസൂലല്ലാഹ്, പള്ളിയിലെ വേസ്റ്റ് തൂത്തുവാരിയതാണ് നബിയേ. ഞാൻ ഇവിടെ എത്തിയപ്പോ നല്ല സന്തോഷമുള്ള അമലായി കണ്ടു. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരൊറ്റ നന്മയും ചെറുതായി കാണരുത്. വലൗ അൻതൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, പ്രസന്ന മുഖത്തോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കലാണെങ്കിലും അതിനും വരെ വലിയ കൂലിയുണ്ട്. നിന്റെ സുഹൃത്തിനെ കാണുമ്പോ ഒരു പുഞ്ചിരി തൂക മുഖത്തോടെ അവനെ സമീപിക്കണം. നീ എത്ര ടെൻഷനിലാണെങ്കിലും മറ്റൊരാൾക്ക് വിഷമമുണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് പുഞ്ചിരി തൂകി കൊടുക്കണം. അതിന് വരെ വലിയ സന്തോഷമുള്ള അമലല്ലേ. മറ്റൊരാൾക്ക് നിന്നെ കണ്ടുള്ളൊരു സന്തോഷമുണ്ടായില്ലേ, വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി തരും. വലിയ വേശ്യാവൃത്തി ചെയ്തൊരു മനുഷ്യന് വിശന്ന് വലഞ്ഞ് മണ്ണ് തിന്നുന്ന നായക്ക് തന്റെ ഹുഫൂരിയിട്ട് വെള്ളം കൊടുത്തപ്പോ ദോഷം പുറത്തു കൊടുത്ത് അല്ലാഹു സ്വർഗം നൽകിയില്ലേ?
ചെറിയ ഒരു സുഹൃതമാണെന്ന് കരുതിയിട്ട് തള്ളിക്കളയാമോ? ഇല്ലേ ഇല്ല. വിശേഷിച്ചും സുഹൃതങ്ങൾക്ക് വലിയ പെരുമഴ ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന റമദാൻ മുന്നിൽ വരുമ്പോ ഒരു ചെറിയ അമല് പോലും വെറുതെ ആക്കണ്ട. അത്താഴത്തിന്റെ നേരത്തെ നിൽക്കുമ്പോ പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ. 2 റക്അത്തെങ്കിലും നിസ്കരിച്ചോളൂ. കുറഞ്ഞ സമയമെങ്കിലും ദുആ ചെയ്തോളൂ. ഖുർആനോത്തിന് 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അന്നും ഇന്നും എന്നും അത്താഴത്തിന്റെ നേരമാണ്. സുബ്ഹിന്റെ ശേഷമല്ല, മഗ്രിബിന്റെ ശേഷമല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുൽ മീൽ പഠിപ്പിച്ചില്ലേ, ഖുർആനോത്തിന് ഏറ്റവും ശക്തിയുള്ള സ്ഥലം വഖ്തുൽ അസ്ഹാർ. ഒരു പേജെങ്കിലും എന്നും പതിവായി റമദാനിൽ ഓതാൻ ഒരുമിക്കോ. സമയം അതിനു വേണ്ടി നീക്കി വെച്ചോ. നാവിലേക്ക് കാരക്ക വെക്കുമ്പോ ആദ്യമായി നിന്റെ വായിലൂടെ ഉള്ളിലേക്ക് ഉമിനീരിറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് ഖൈറാണോ നീ അല്ലാഹുവോട് ദ്വാരക്കുന്നത്, അതിന് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോകരുത്. അന്നാന്നത്തെ നോമ്പ് അല്ലാഹ് കബൂലാക്കി തരാൻ ഒന്ന് ദുആ ചെയ്തോ. വൈകല്യങ്ങൾ ധാരാളമല്ലേ, നമ്മൾ മാസൂമീങ്ങളല്ലല്ലോ. പറഞ്ഞതുണ്ട്, ചെയ്തതുണ്ട്, ചിന്തിച്ചതുണ്ട്, ഒക്കെ മാപ്പാക്കിയിട്ട് പടച്ച റബ്ബ് കബൂലാക്കുന്ന നോമ്പായി കിട്ടിയാൽ എത്ര വലിയ വിജയമാണ്. സുഹൃതങ്ങൾ ചെറുതായി കാണരുത്. ഇമാമിങ്ങൾ ചെറിയ കാര്യം പോലും വലിയ അമലായി കണ്ടു. നിങ്ങൾ കേട്ടിട്ടില്ലേ, വലിയൊരു മുഹദ്ദിസ് ഉണ്ട് എന്ന് കേട്ടിട്ട് ഹദീസ് പണ്ഡിതനെ കാണാൻ വേണ്ടി അതേ 10-45 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ച് വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഒരു ഹദീസ് പണ്ഡിതനെ കാണാൻ വേണ്ടി വേറൊരു മഹാനവറുകൾ ആ ഹദീസ് പണ്ഡിതന്റെ അടുത്ത് ചെന്നു നോക്കുമ്പോ ഈ ഹദീസ് പണ്ഡിതനോട് സലാം പറഞ്ഞു, സലാം അടക്കി. ആ വലിയ ഹദീസ് പണ്ഡിതൻ എന്താ പണിയെന്നറിയോ? ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് മുന്നിൽ ഒരു നായയെ കാണുന്നുണ്ട്. ആ നായന്റെ അടുത്തേക്ക് ഈ പാത്രം ഇങ്ങനെ നീക്കി കൊടുക്കുന്നു. നായ ഭക്ഷിക്കുന്നത് നോക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നായ തിരിഞ്ഞു പോകുമ്പോ ആ പാത്രം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതേ വേറൊരു ഭാഗത്ത് വെക്കുന്നു. ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി വന്ന മഹാപണ്ഡിതൻ നോക്കുന്നു. ഞാൻ വന്നിട്ട് സലാം പറഞ്ഞു. നായനെയാണല്ലോ പരിപാലിക്കുന്നത്, നായക്ക് ഭക്ഷണം കൊടുക്കുന്ന ശുഗലിലാണല്ലോ. അത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഓതിക്കൊടുത്തു. ആരെങ്കിലും പ്രതീക്ഷ വെച്ച് ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്നാൽ നിരാശപ്പെടുത്താതെ മടക്കി വിട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി വന്ന പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഈ ഹദീസ് ധാരാളമാണ്. ഈ പ്രദേശത്തൊന്നും എവിടെയും നായയില്ല, നായനെ പോറ്റുന്നവരില്ല. എവിടുന്നോ വന്നൊരു നായയാണ്. എന്നെ പ്രതീക്ഷിച്ച് വന്ന നായക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണ്ടേ എന്ന നിലക്ക് ഭക്ഷണം കൊടുത്തതാണ്. ഈ ഹദീസാണ് അതിന്റെ ആധാരം. അത് പറഞ്ഞു കൊടുത്തപ്പോ ഇത്രയും ദൂരം സഞ്ചരിച്ചതും അവിടെ കുറെ നേരം വിശ്രമിച്ചതും പരാതിയില്ലാതെ സ്വീകരിച്ചു പോയി. ഒരു ഹദീസിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് ഹദീസ് പണ്ഡിതന്മാരിങ്ങനെ അമല് ചെയ്യുമ്പോ സുഹൃതങ്ങൾ നമുക്ക് ധാരാളം അറിയില്ലേ. ഒരൊറ്റ സുഹൃതങ്ങളും ഒഴിഞ്ഞു പോകണ്ട. ആഖിറത്തിലും പ്രതിഫലം നഷ്ടപ്പെടുത്താത്ത ഒരുപാട് സുഹൃതങ്ങൾ ദുനിയാവിൽ ചെയ്യാൻ പറ്റും. എല്ലാ സുഹൃതങ്ങളിലും കഴിവിന്റെ പരമാവധി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തപസ്സിരുത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സ്വന്തത്തിൽ പൂർണ്ണനാകാൻ ഈമാനും അമലു സ്വാലിഹാത്തും വേണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മൂന്നാമത്തെ കാര്യം വതവാസൗ ബിൽ ഹഖ്, അന്യോന്യം സത്യോപദേശം നടത്തലാണ്, ധർമ്മോപദേശം നടത്തലാണ്. എന്താണ് ഹഖെന്ന് പറഞ്ഞാൽ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അസ്സാബിതുല്ലദീ ലാ യസ്ഹു ഇൻകാറുഹു മിൻ ഇത്തിഖാദിൻ വഅമൽ. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നിഷേധിക്കാൻ പറ്റാതെ സ്ഥിരപ്പെട്ട വിഷയമില്ലേ, ആ വിഷയത്തിനാണ് ഹഖെന്ന് പറയുന്നത്. ആ
ധർമ്മോപദേശം ആരോടും നടത്തണം. സ്വന്തക്കാരോട് വേണം, കുടുംബക്കാരോട് വേണം, കൂട്ടുകാരോട് വേണം. മറ്റൊരാളെ നീ ഒരു ഹക്കായ വിഷയം പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റ് നീ തിരുത്തിയാൽ അതൊരു അമലാകട്ടെ, അബദ്ധധാരണയുള്ള ഇത്തിഖാദാകട്ടെ, നീ മറ്റൊരാള് നിന്റെ ഇൽമു കാരണം നന്നായി കിട്ടിയാൽ മറ്റൊരാളെ നന്നാക്കി എന്ന അർത്ഥത്തില് സാമൂഹ്യ രംഗത്തോട് നീ വലിയൊരു സേവനം ചെയ്തു, വലിയൊരു കടപ്പാട് നിർവഹിച്ചു. നമ്മൾ സ്വന്തം നന്നായാൽ പോരാ സഹോദരങ്ങളെ, മറ്റുള്ളവരെയും നന്നാക്കുന്ന ഡ്യൂട്ടി അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും വിജയത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ്. ധർമ്മോപദേശം കുറയരുത്. അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, അത് നാട് വിട്ടുകൊണ്ട് നീങ്ങാൻ പാടില്ല. നീങ്ങിയാലോ അള്ളാഹുവിന്റെ പരീക്ഷണം പരന്ന രൂപത്തിൽ വരും, എല്ലാവർക്കും വ്യാപിക്കുന്ന രൂപത്തിൽ പരീക്ഷണം വരും. ചെറുതല്ല വരിക, വലുതാണ് വരിക. അംഗീകരിക്കാൻ കഴിയാത്ത അധർമ്മികളായ ആളുകളെ നമ്മുടെ മേൽ അല്ലാഹു തആല ചുമതല ഏൽപ്പിച്ചു തരും. അതിന്റെ കുറവെന്താ കാരണം എന്നറിയോ? നല്ലത് കൽപ്പിക്കുന്നിടത്ത് ആളുകൾ കുറഞ്ഞുപോയി, തിന്മ വിരോധിക്കുന്നിടത്ത് ആളുകൾ കുറഞ്ഞുപോയി. അത് കുഴപ്പമില്ല, ഇപ്പത്തെ കാലത്ത് അങ്ങനൊക്കെ നടക്കുള്ളൂ എന്ന് ഉപായം പറഞ്ഞ് തിന്മകളോട് സപ്പോർട്ട് ചെയ്തു പോയി. നന്മ പറയാൻ ആളുകൾക്ക് വിമുഖതയായി പോയി. ഞാനത് പറഞ്ഞാൽ അയാൾ എങ്ങനെ എടുക്കും, ഞാൻ അങ്ങനെ പറയാൻ ഞാൻ അതിന് മാത്രമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കൽപ്പിക്കുന്നത് നിന്നു, നിരോധിക്കുന്നതും നിന്നപ്പോ ഇതൊക്കെ സഹോദരങ്ങളെ സമൂഹത്തിൽ ഒരു ഭാഗത്ത് അടഞ്ഞുപോയപ്പോ നമ്മുടെ മേൽ അല്ലാഹു അധികാരം ഏൽപ്പിക്കുന്നത് ആരെയാണ്? സഹിക്കാൻ പറ്റാത്തവരെയാണ്, അംഗീകരിക്കാൻ ഒരു നിലക്കും കഴിയാത്തവരെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ കാണേണ്ടതാണ്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുന്നിടത്ത് കുറവുണ്ടാകരുത്, തിന്മ വിരോധിക്കുന്നിടത്ത് കുറവുണ്ടാകരുത്. ധർമ്മോപദേശത്തിന് എത്ര വലിയ സൗന്ദര്യമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കുപോലെ ഉമ്മമാരെ, ഭർത്താക്കന്മാര് ധർമ്മോപദേശം നടത്തണം. മുത്തുനബി തങ്ങൾക്ക് ആ വാക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. 10 റക്അത്ത് വിത്റിന്റെ 10 റക്അത്ത് നിസ്കരിച്ച് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒന്ന് ചെരിഞ്ഞു കിടക്കുമ്പോ ഈ 10 റക്അത്ത് എത്ര ദീർഘിച്ചതാണെന്നറിയോ? ചിലപ്പോൾ 2 മണിക്കൂർ ഉണ്ടാകും, ചിലപ്പോൾ 3 മണിക്കൂർ ഉണ്ടാകും, ചിലപ്പോൾ 4 മണിക്കൂർ ഉണ്ടാകും. അത്ര ദീർഘിച്ച നിസ്കാരം നിസ്കരിച്ച് തങ്ങളൊന്ന് വിശ്രമിക്കാൻ കിടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാൽഭാഗത്ത് വന്നിട്ട് വിനയത്തോടെ സന്തോഷത്തോടെ ഒരു ചോദ്യം, അതനാമു ഖബ്ല അൻ തൂതിറാ, ഒരു റക്അത്തും കൂടി വിത്ർ നിസ്കരിക്കാനില്ലേ നബിയേ? വിത്ർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുകയാണോ? എന്തൊരു സന്തോഷമുള്ള ചോദ്യമാണ്, എന്തൊരു ഉപദേശമുള്ള ചോദ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആയിഷു ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ 2 കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എന്റെ കൽബുറങ്ങുന്നില്ല. ഉളൂ മുറിയുന്ന പ്രശ്നമില്ല. അതും പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നു. ഉമ്മമാര് ഉപ്പമാരെയും ഉപ്പമാര് ഉമ്മമാരെയും, ഇണകൾ പരസ്പരവും, ഭാര്യ ഭർത്താക്കന്മാര് മക്കളെയും ധർമ്മോപദേശം നടത്തണം. വലിയ വലിയ മഹാന്മാരൊക്കെ അവരെ മക്കളെ നന്നായി ഉപദേശിച്ച് നല്ല രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതി വന്നിട്ട് മക്കൾ ആ പുരോഗതിയിൽ അധർമ്മികളായി മാറാതിരിക്കാൻ കനപ്പെട്ട ഉപദേശം കൊടുത്തിട്ട് അവരെ മനസ്സിലേക്ക് ആഖിറം നിറച്ചു കൊടുത്തിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2 വർഷവും ചില്ലറ മാസവും ഭരിച്ച മഹാനാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫയായപ്പോ മകൻ ഒരു ഭരണം കൊടുത്തു, മദീനയുടെ ഭരണം. അബ്ദുൽ മലിക്കിന് മദീനയുടെ ഭരണം കൊടുത്തു. ആ അബ്ദുൽ മലിക്കിന് ഭരണം കിട്ടിയപ്പോ നല്ല സാമ്പത്തികമായി പുരോഗതിയല്ലേ ഖജനാവിലുള്ളത്. ഒരു മോതിരം വാങ്ങി. ആ മോതിരത്തിന്റെ വില 1000 ദിർഹമാണ്. ഖലീഫയായ ഉപ്പക്ക് വിവരം കിട്ടിയപ്പോ, എന്റെ മോനല്ലേ, കുറച്ചൊക്കെ പത്ര
പത്രാസ് ഉണ്ടായിക്കോട്ടെ, ഭരണാധികാരിയല്ലേ എന്നല്ല ഉപ്പ കരുതിയത്. ഒരു കടലാസ് എടുത്തിട്ട് തിരിച്ചു മറുപടി കൊടുത്തു, മോനെ കയ്യിൽ ഭരണം കിട്ടിയപ്പോഴേക്ക് ആഖിറം മറന്നോ? ദുനിയാവിലെ പാവങ്ങളെ വിട്ടുപോയോ? 1000 ദിർഹമിന്റെ മോതിരമാണോ വാങ്ങിയത്? അത് നീ വിറ്റിട്ട് 1000 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. പകരം ഒരു ചൈനയുടെ ഒരു ഇരുമ്പിന്റെ മോതിരം വാങ്ങിയിട്ട് നീ അത് കയ്യിൽ ധരിച്ചോ? ആ മോതിരത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു കുറിപ്പും എഴുതി വെക്കണം, റഹിമല്ലാഹും റഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം ശരീരത്തിന്റെ നിലവാരം തിരിച്ചറിഞ്ഞ മനുഷ്യന് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു ഉപദേശവും എഴുതി വെക്കണം. ആ മോതിരം വഹിച്ച് വിറ്റോളണം മോനെ. 1000 പാവങ്ങൾക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ. ഖലീഫയുടെ കീഴിലുള്ള ഒരു ചെറിയ അധികാരം സ്വന്തം മകന് കൊടുത്തിട്ട് ദുനിയാവ് മകന്റെ കയ്യിൽ കിട്ടിയിട്ട് അതുകൊണ്ട് ആ മകന് ഉല്ലസിക്കാവതല്ല, അതേ പറപറക്കാവതല്ല. ആഖിറം ഓർത്തിട്ട് ഭരണം നടത്തണേ. കാശില്ലാതെ വിഷമിച്ച സമയത്ത്, സ്വന്തം പെൺമക്കൾക്ക് പെരുന്നാളിന് വസ്ത്രം വാങ്ങിക്കൊടുക്കാനില്ലാത്ത നേരത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖജനാവ് സൂക്ഷിക്കുന്ന, ട്രഷറി കൈകാര്യം ചെയ്യുന്ന തന്റെ കീഴിലുള്ള തൊഴിലാളിയോട് 2 മാസത്തെ ശമ്പളം നേരത്തെ തരുമോ? എന്തിനാന്ന് ചോദിച്ചപ്പോ, നാളെ കഴിഞ്ഞ് മറ്റന്നാള് പെരുന്നാളല്ലേ, എന്റെ മക്കൾക്ക് പുതുവസ്ത്രമൊന്നും വാങ്ങിയിട്ടില്ല. അവരെ കൂട്ടുകാരികൾ കണ്ടപ്പോ ചോദിച്ചു, പുതുവസ്ത്രം വാങ്ങിയിട്ടില്ലേ? ഞാനതങ്ങ് മറന്നുപോയി, എന്റെ കയ്യിൽ പണമില്ല, 2 മാസത്തെ ശമ്പളം നേരത്തെ തരുമോ? ഖജനാവ് സൂക്ഷിക്കുന്ന ആള് ഈ ഭരണാധികാരിന്റെ കീഴിലുള്ള തൊഴിലാളിയാണ്. പക്ഷേ ആ തൊഴിലാളി ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു, അടുത്ത 2 മാസം നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി തരൂ, 2 മാസത്തെ ശമ്പളം നേരത്തെ തരാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് ട്രഷറി കൈകാര്യം ചെയ്യുന്ന ഖാസിനോട് പറഞ്ഞു, ബാറക്കല്ലാഹു ലക, അല്ലാഹ് നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. 2 മാസത്തിന് ഉറപ്പ് പറയുന്നത് എങ്ങനെയാ? എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു നിർത്തിക്കൊള്ളാം. രാജാക്കന്മാരെ, മതമേലാളന്മാർ ഉപദേശിച്ചിട്ട് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമികമായ ത്യാഗത്തിന്റെ പരിവേഷം, സുഹൃദിന്റെ പരിവേഷം കൊടുത്തിട്ട് സാഹിദീങ്ങളാക്കി നടത്തിയിട്ടുണ്ട്. അത്താഉ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം കേട്ടിട്ട് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി കരയാത്ത ദിവസങ്ങളില്ല, ആഖിറത്തെ പറ്റി ചിന്തിക്കാത്ത സമയങ്ങളില്ല. വലിയ ഭരണാധികാരിയായ ഹാറൂൻ റഷീദിന് അതേ ജനങ്ങളൊക്കെ മജ്നൂന് മജ്നൂൻ എന്ന് വിളിച്ചിരുന്ന വലിയ മഹാനുഭാവനായ ബുഹ്ലൂല് ഹാറൂൻ റഷീദിനെ വിളിച്ചിട്ട് പോകുന്ന വാഹനത്തിൽ നിന്ന് താഴെയിറങ്ങിയിട്ട്, അള്ളാഹു തന്ന ഭരണം എത്ര കാലമുണ്ടെന്നാ കരുതിയത്? ജനങ്ങൾക്കിടയിൽ നിനക്ക് അഹങ്കാരമുണ്ടോ? നിനക്ക് അഹംഭാവമുണ്ടോ? ഭരണാധികാരിക്ക് വാള് പറഞ്ഞു കൊടുത്തിട്ട് ഹാറൂൻ റഷീദിനെ കരയിപ്പിച്ചു പോയി. ബുഹ്ലൂൽ എന്റെ ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തിയെന്ന് ഹാറൂൻ റഷീദ് പലവരും പറയാറുണ്ട്. വതവാസൗ ബിൽ ഹഖ്, ആരോടും ധർമ്മോപദേശം നടത്തണം. വതവാസൗ ബിസ്സബ്രി, അന്യോന്യം സബർ കൊണ്ട് ഉപദേശിക്കണം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാറ്റം സബർ എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ്. ക്ഷമിച്ച് ജീവിക്കാൻ പറയണം. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 4 സബറാണ് പ്രധാനമായിട്ടുമുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അസ്സബ്റു അനിൽ മഅസിയ, അസ്സബ്റു അല ത്വാഅ, അസ്സബ്റു അലൽ ബലാ. പരീക്ഷണത്തിന്റെ മേൽ ക്ഷമിക്കുന്നൊരു ക്ഷമ, അതൊരു ക്ഷമയാണ്. മഅസിയത്തിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമൊരു ക്ഷമയാണ്. ആരാധനയിൽ പതിവാകുന്ന ക്ഷമൊരു ക്ഷമയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്തുകൊണ്ടുള്ള സബ്റൊരു ക്ഷുബ്റാണ്. ഇതിലേ
ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അസ്സബ്റു അനിൽ മഅസിയാ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ ക്ഷമയുള്ള ജീവിതമില്ലേ, ആ ക്ഷമയോളം വലുപ്പമുള്ള, അതിനോളം മഹത്വമുള്ളൊരു ക്ഷമ ലോകത്ത് വേറെ ഇല്ല. ക്ഷമിക്കാൻ പറയണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, ത്യാഗങ്ങൾ വരും, ആരാധനകൾക്ക് മടികൾ വരുമ്പോ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. അതേ മാസിയത്തുകൾക്ക് താല്പര്യം വരുമ്പോ മാസിയത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ധർമ്മോപദേശം, ക്ഷമോപദേശം കൊടുക്കണം. എത്ര പ്രതിസന്ധി വന്നാലും ദീന് വിട്ടുപോകാതെ ക്ഷമിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ക്ഷമ വേണം. ഈ ക്ഷമകളൊക്കെ പതിവാക്കണം. ആരാധനയിൽ ക്ഷമ വേണം, പരീക്ഷണത്തിൽ ക്ഷമ വേണം, മാസിയത്തിൽ നിന്ന് ക്ഷമ വേണം. വതവാസൗ ബിസ്സബ്രി, അന്യോന്യം ധർമ്മോപദേശം നടത്തണം, അന്യോന്യം സത്യോപദേശം നടത്തണം. നമ്മൾ സ്വന്തത്തിൽ മാത്രം നന്നാകാൻ ശ്രമിക്കരുത്. നമ്മുടെ കീഴിലുള്ളവരെ, നമ്മുടെ സഹജീവികളെ, നമ്മുടെ കൂട്ടുകാരെ, സഹജനങ്ങളെ ക്ഷമിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നന്നാക്കിയിട്ട് അവരോടൊപ്പം നിന്നിട്ട് അവരെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ലവരാക്കി വളർത്തണം. അതേ സ്വന്തത്തിൽ ഈമാനും ഇഖ്ലാസും ഒക്കെ രൂഢമൂലമാക്കി പടച്ച റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഒരു കുറവും വരുത്താതെ മുന്നോട്ട് നീങ്ങണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് തരട്ടെ. നല്ല ക്ഷമ പാലിക്കുന്നതിന് ഒരു കുറവും ഉണ്ടാകരുത് സഹോദരങ്ങളെ. എല്ലാ നിലക്കും എല്ലാ കാര്യങ്ങളിലും നല്ല സ്വബർ പാലിക്കണം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, ആരാധനക്ക് വലിയ ക്ഷമ വേണം. പരിശുദ്ധ ഖുർആൻ അത് നന്നായി പഠിച്ചു ഓതേണ്ടവരാണ്. ഖുർആൻ പഠിച്ചവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞത്. ഖുർആനിന്റെ അർത്ഥം അറിയുന്നവരെ സംബന്ധിച്ച് മാത്രമല്ല, ഏറ്റവും അധികം അത് ബന്ധിക്കുന്നത് മഖ്റജ് അനുസരിച്ച് ഓതാനും ഓതിക്കൊടുക്കാനും കഴിവുള്ളവർക്കാണ്. അതേ തപ്പിത്തടഞ്ഞ് ഓതുന്ന ആളുകള് ക്ഷമാപൂർവം കുറെ നേരം അതിനു വേണ്ടി ക്ഷമയം നീക്കണം. അവർക്ക് ലഹു അജ്റാൻ, പ്രയാസം സഹിച്ചു ഓതുന്നവർക്ക് 2 കൂലിയാണ്. എങ്ങനെയെങ്കിലും ഓതേണ്ടതല്ല അല്ലാഹുവിന്റെ ഖുർആൻ. മഖ്റജ് അനുസരിച്ചത് പഠിക്കണം, അത് പഠിച്ചുകൊണ്ട് തന്നെ ഓതണം. ആ രീതിയിലാണ് പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഇൽമ് നമുക്കെല്ലാവർക്കും ഏറ്റി തരട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിന്റെ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നല്ല സ്വബർ വേണം. ഭൗതികത അതിനൊക്കെ എതിരായിരിക്കും, ഒരു പക്ഷേ പാശ്ചാത്യൻ കൾച്ചർ അതിനൊക്കെ എതിരായിരിക്കും. പക്ഷേ ദീനിന്റെ നിയമം മറിച്ചാണെങ്കിൽ നമ്മൾ അതാണ് കൊണ്ട് നടക്കേണ്ടത്. പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പറയട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാകുള്ളൂ. തല മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും വരൂല. നിങ്ങൾ കൈയൊന്നും ഇട്ടില്ല, ഒരു ചെറിയ ഹാഫ് കൈയിന്റെ ഡ്രസ്സായിട്ടത് കുഴപ്പമൊന്നും വരില്ല. അവിടെ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാകുള്ളൂ. പുറത്തിറങ്ങുമ്പോഴും അത് പോരാ. വീട് വിട്ട് പുറത്തിറങ്ങുമ്പോ നിങ്ങളെ കൈ മുഴുവനും മറക്കേണ്ടതാണ്, മാറിടം മറക്കേണ്ടതാണ്. കാലിന്റെ തായ്ഭാഗമൊന്നും കാണിക്കാൻ പാടില്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും സഹോദരിമാര് അരക്കുപ്പായം, കാൽക്കുപ്പായുള്ള മാക്സിയും മറ്റും ധരിച്ചുകൊണ്ട് പോകരുത്. അവിടെ നിങ്ങളെ കാണാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ വരും. പൂർണ്ണമായി കഫുള്ളത് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല, പൂർണ്ണമായി കഫുള്ളത് കൊടുത്താൽ പറയുന്നത് വയസ്സെത്തിയാൾക്കുള്ളതാണ്. അതിന്റെ അർത്ഥം എനിക്ക് വയസ്സാകൂല, എല്ലാ കാലത്തും 18 ആകുള്ളൂ എന്ന് അതിൻ്റെ ഒരു ധ്വനിയുള്ളത്. അങ്ങനല്ല. എന്നാ നല്ലത് വാങ്ങിയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് അടുപ്പിച്ചൂടെ? അടുപ്പിക്കുമ്പോഴും പറയും ഇത്ര മതി, ഫുള്ള് വേണ്ടാന്ന് പറയും. ഫുള്ളുള്ളത് ചുരുട്ടി വെച്ചാൽ പോരെ പണിയെടുക്കുന്ന സമയത്ത്. പുറത്തിറങ്ങുമ്പോൾ അത് പോരാ, ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കണം. അത് കൊണ്ടു നടക്കാൻ വലിയ സ്വബറുണ്ട്. നിര്യാണിക്ക് താഴെ വസ്ത്രം ഇഴഞ്ഞു നടക്കാൻ പാടില്ല. പാന്റാണെങ്കിലും ഏത് തരം വസ്ത്രമാണെങ്കിലും പുരുഷന്മാര് ഞെരിയാണിക്ക് മുകളിലാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഞെരിയാണിയുടെ ഭാഗത്തൊരു ചെറിയ വെള്ള കലയുണ്ട്. ആ കല മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഞെരിയാണി മറക്കുന്നത്. വേണ്ട, ആ കല മറക്കാൻ അയാൾ സോക്സ് ഇട്ടോട്ടെ, എന്നാ പിന്നെ കല കാണൂലല്ലോ. തുണി എന്നാലും മേലോട്ട് ഉയർത്തണം. ഒരാൾ അങ്ങനെ കാരണം പറഞ്ഞപ്പെടുത്തും. അവിടെ ഒരു കല ഉണ്ട്, അത് കാണാതിരിക്കാനാണ്.
ആ 2 മുറാദ് വയസ്സിലായി കല കാണാതിരിക്കലും താഴോട്ടെടുക്കലും അത് വേണ്ട. അവിടെ ഷോക്സ് ധരിച്ചിട്ട് കല മറച്ചോട്ടെ. കല കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. എനിക്കും ഒക്കെ ഉണ്ടാകും. അത് നമുക്ക് ഉണ്ടായോക്കുമ്പോഴല്ലേ കാര്യം അറിയുള്ളൂ. പക്ഷെ തുണി അതിൻ്റെ പേരിൽ താഴോട്ട് കൊടുക്കണ്ട. തുണി മേലോട്ട്. അത് അല്ലാഹു തആലാക്ക് വെറുപ്പുള്ളൊരു സംഗതിയാണ്. റബ്ബ് റഹ്മത്തിന്റെ നോട്ടം നോക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് അത് വേണ്ട. അത് ഏത് പാൻ്റാണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ അതിൻ്റെ പരിമിതമായ രൂപത്തിൽ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ കൊണ്ടു നടക്കാനും ഒരു സ്വബറ് വേണം, ഒരു ക്ഷമ വേണം. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ തക്ലീഫുകളൊക്കെ പ്രയാസങ്ങൾ നിറഞ്ഞതായി തോന്നും. പക്ഷേ ക്ഷമാപൂർവം അത് സ്വീകരിച്ച് അതിൻ്റെ സൗന്ദര്യം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും രൂഢമൂലമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശദമായ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല, സമയം പരിമിതമായതുകൊണ്ട്. എല്ലാവരും നന്നായി പരിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ 4 കാര്യങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വന്തത്തിൽ നന്നാവാനും മറ്റുള്ളവർ അതുവഴി നന്നാക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകളാക്കി നല്ല റാഹത്തുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി അല്ലാഹു തആല അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ.